ഹലോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ CUT UG ഫോക്കസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്, NCERT-യിൽ ഒരു കൺസെപ്റ്റും ഒരു കീബോർഡും മിസ് ചെയ്യാതെ വേണം നമ്മളിത് പഠിക്കാൻ. അതുകൊണ്ട് തന്നെ ക്ലാസ് 12-നും അതുപോലെ NCERT-ക്കും ഇതേ സെയിം വീഡിയോയിൽ നിന്ന് കൺസെപ്റ്റ്സ് എല്ലാം കിട്ടുന്നതാണ്. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അങ്ങനെ എന്നോട് കുറേ പേര് പറഞ്ഞു. ഞാനൊരു സുവോളജി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഉള്ള ഒരാളാണ്. അപ്പോൾ എന്നിട്ടും ബോട്ടണിയിലെ എനിക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും? കാരണം ഇത് ഒരു ഒരു ലവ് സ്റ്റോറി കേൾക്കുമ്പോൾ ആർക്കെങ്കിലും ബോറടിക്കോ? ഇല്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ഒരു ചാപ്റ്ററും. ഈ ചാപ്റ്ററും ഒരു ടൈപ്പ് ഓഫ് ലവ് സ്റ്റോറി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പൊ നമ്മളെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് റീപ്രൊഡക്ഷൻ ചെയ്യാൻ എന്ത് എളുപ്പമാണ് അല്ലേ? എന്ത് എളുപ്പമാണ് എന്നല്ല, പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ പേര് സിംഗിൾ ആയിട്ടുള്ള ആൾക്കാർ കാണും, കുറച്ച് പേര് കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കാണും. അപ്പൊ നമുക്കെല്ലാം നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും, നമുക്ക് ടോക്ക് ചെയ്യാൻ പറ്റും അല്ലേ? നമുക്ക് നമ്മളുടെ സോൾമേറ്റിനെ, അല്ലെങ്കിൽ നമ്മ നമ്മുടെ പാർട്ട്ണറെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ലോകത്തിന്റെ ഏത് കോണിൽ വേണമെങ്കിലും പോവാം. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാം, നമുക്ക് ഫ്ലേർട്ട് ചെയ്യാം, നമുക്ക് പ്രൊപ്പോസ് ചെയ്യാം, നമുക്ക് സംസാരിക്കാൻ പറ്റും അല്ലേ? ക്യൂട്ട്നെസ് വാരി വിതറാം, പൂക്കി ബോയ് ഫ്രണ്ട് ആവാം അല്ലേ? അങ്ങനെ എന്തെല്ലാം ചെയ്യാം. അപ്പോ പക്ഷെ ഈ പാവം ചെടികളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. അതായത് ഇത് ഇവനെ നോക്ക്, ഈ ചെടി കണ്ടോ? ഇവൻ സിംഗിൾ ആണ്, പക്ഷെ ഇവനെ മൂവ് ചെയ്യാൻ പറ്റില്ല, ടോക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത് അല്ലേ, പാവങ്ങള്? അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് അവര് നമ്മളെ പോലെ M4Marry.com ഒന്നും ഇല്ലാന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ബമ്പിളും ടിൻഡറും ഒന്നും ഇല്ലാന്നേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ ബ്രോക്കർ ചേച്ചിമാരെയും ചേട്ടന്മാരെയൊക്കെ പോലെ ഇവർക്കും എന്തുണ്ട്, കുറച്ച് ഏജൻസ് ഉണ്ട്, കുറച്ച് ബ്രോക്കർമാരുണ്ട്. അതാണ് ഈ കാണുന്ന ഹണി ബി ചേച്ചി. അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഇവരുടെ എന്ത് ചെയ്യുന്നത്, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ചെയ്യുന്നത്. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ്, ആ ഒരു കഥയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ അത് ബോർ ആവുമോ? കാരണം ഇത് ലവ് സ്റ്റോറി അല്ലേ. നമുക്ക് എന്തായാലും ഒന്ന് നോക്കിയാലോ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഞാൻ പറയാനുള്ളത്, ഇത് ബോറിംഗ് ആയിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണിത്. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ 4 ലെവൽസ് ആണ് ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, 4 ലെവൽസ് ആയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ, ആദ്യത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ ഫ്ലവറിനെ കുറിച്ച് പഠിക്കും. ഓക്കെ, ഓരോ ലെവലും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ഈ വീഡിയോ നിർത്തും. അപ്പൊ ആദ്യം ഫ്ലവർ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പഠിക്കും? മെയിൽ റീപ്രൊഡക്ഷനെ കുറിച്ചിട്ട് പഠിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ഫീമെയിൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, അത് ഒബ്വിയസ് ആയിട്ട് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. മെയിൽ കഴിഞ്ഞാൽ പിന്നെ ഫീമെയിൽ റീപ്രൊഡക്ഷൻ ആണ്. പിന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് പഠിക്കും? പോളിനേഷൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടൈപ്സ് ഓഫ് പോളിനേഷൻ ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതെല്ലാം, ആദ്യത്തെ ഫ്ലവർ എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം, നമ്മൾ കുഞ്ഞുനാളിലൊക്കെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യം, പക്ഷെ പുതിയ കുറച്ച് ടേംസും കൂടെ വരുന്നേ ഉള്ളൂ. ഇതൊരു ഒരു റിവിഷൻ പോലെയൊക്കെ കാണും. ഓക്കെ, നമ്മളുടെ ബേസ് ഒന്ന് ക്ലിയർ ആക്കുക. ഓക്കെ, ബേസ് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ, നമുക്ക് ബാക്കിയുള്ളതെല്ലാം പഠിക്കാൻ എളുപ്പമാണല്ലേ. അപ്പം മെയിൽ റീപ്രൊഡക്ഷനും ഫീമെയിൽ റീപ്രൊഡക്ഷനും ഒക്കെ പഠിക്കാൻ പിന്നെ എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ ഫ്ലവർ ചെറുതായിട്ടൊന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ ഫ്ലവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണിത്, ഞാനിവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. ഫ്ലവർ ഇസ് ദ സൈറ്റ് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന സൈറ്റ് ആണ്. അതായത് ഒരു പ്ലാന്റിന്റെ, ഞാൻ പറഞ്ഞു പ്ലാന്റ്, അപ്പൊ പ്ലാന്റിന് റീപ്രൊഡക്ഷൻ നടക്കണം, അതിനുള്ള സൈറ്റ് ആണ് നമ്മളുടെ ഫ്ലവർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫ്ലവറിന്റെ ഒരു സ്ട്രക്ചർ, അതാണ് നമ്മുടെ ബേസ്. അത് കഴിഞ്ഞാൽ നമ്മുടെ ലെവൽ 1 കഴിഞ്ഞു, വളരെ എളുപ്പമാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം എഴുതാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഓക്കെ,
4 വോൾസ് ആണുള്ളത് ഫ്ലവറിൽ. വോൾസ് എന്ന് വെച്ചാൽ പാർട്സ് എന്നാണ് അർത്ഥം. അപ്പോൾ ആ ഒരു വാക്ക് എക്സാമിന് കണ്ടിട്ട് പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വാക്ക് തന്നെ എഴുതിയത്. 4 വോൾസ് ആണ് ഫ്ലവറിനുള്ളത്. ഓക്കെ, അത് നമ്മൾ പഠിച്ചു വെക്കണം. എന്തൊക്കെയാണ് 4 വോൾസ് എന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ പറയും പെറ്റൽ, സെപ്പൽ, പിന്നെ സ്റ്റേമൻ, പിസ്റ്റിൽ, അങ്ങനെ പറയുകയായിരിക്കും. പക്ഷെ ഞാൻ എന്താ പറയാൻ പോകുന്നത്? കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. ഓക്കെ, കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. എന്താണ് ഈ 4 സാധനങ്ങൾ? ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കേട്ടിട്ടില്ലെങ്കിൽ നമുക്കിപ്പോൾ കേൾക്കാം അല്ലെ. എന്താണ് കാലിക്സ് എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, പെറ്റൽ. ആദ്യം ഞാൻ ഈ ഒരു പിക്ചർ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിനകത്തുനിന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഈ പിക്ചറിനകത്ത് നമ്മൾ കാണുന്നത് വേറെ ഒന്നും നോക്കണ്ട. ഇപ്പൊ തൽക്കാലം ഇത് നോക്കിയേ. ഏറ്റവും പുറത്തുള്ള നമ്മൾ റോസാപ്പൂ കാണുമ്പോൾ റോസാപ്പൂവിന്റെ പെറ്റൽസ് എന്ന് നമ്മൾ പറയല്ലേ, ആ റെഡ് ഭാഗം, ചുവന്ന ഭാഗം വീഴുന്ന, പിങ്ക് റോസാപ്പൂ ആണെങ്കിലും ഏത് റോസാപ്പൂ ആണെങ്കിലും അതിനകത്തുനിന്ന് വരുന്ന ആ ഒരു പെറ്റൽ, ഇതളെന്ന് പറയും. ആ ഇതളിനെയാണ് നമ്മൾ പെറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ആ പെറ്റലിനെയാണ് നമ്മൾ കാലിക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ പെറ്റൽ തന്നെയാണ് കാലിക്സ്. പേര് കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇൻ കേസ് കാലിക്സ് എന്ന് വെച്ചാൽ അപ്പോൾ ഓർക്കുക, പെറ്റലാണ് കാലിക്സ്. അപ്പൊ എന്താണ് ഈ കാലിക്സിന്റെ ജോലി, എന്താണ് ഈ പെറ്റലിന്റെ ജോലി എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫിൽട്ടർ ഇല്ലേ, എന്താ ചെയ്യുന്ന എന്താ ചെയ്യുന്നത്? ആ, നമ്മൾ ബ്യൂട്ടിഫിക്കേഷൻ ആണ് ചെയ്യുന്നത്. വേറെ ഫംഗ്ഷൻ ഒന്നും ഇല്ല അല്ലേ. ബ്യൂട്ടിഫൈ ചെയ്യാൻ നമ്മളെ, വേറെ ഒരു ഫംഗ്ഷനും ഇല്ല. അത് തന്നെയാണ് പെറ്റലിന്റെയും ജോലി, ഒരു ബ്യൂട്ടിഫിക്കേഷൻ ആണ്. അതായത് നോക്ക്, നമ്മുടെ ബ്രോക്കർമാരില്ലേ ഇവിടുത്തെ, തേനീച്ച ചേച്ചിയും വണ്ട് ചേട്ടനും, അവരെന്താന്ന് വെച്ചാ അവർ ഭയങ്കര ഓൾഡ് ജെൻ ആയിട്ടുള്ള ആൾക്കാർ. ഓക്കെ, അവരിങ്ങനെ സൗന്ദര്യം, സ്മെല്ല്, ഭയങ്കര വിയേർഡല്ലേ, ക്രീപ്പി അല്ലേ, സ്മെല്ലൊക്കെ നോക്കിയിട്ടാണ് ആൾക്കാരെ സെലക്ട് ചെയ്യുക. അപ്പൊ ഈ ഫ്ലവറിന് നല്ല കളറും നല്ല സ്മെല്ലും ഉണ്ടെങ്കിൽ എന്താ? അപ്പൊ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാനത് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളോട് ചോദിക്കണം എന്ന് വിചാരിച്ച, എന്തിനായിരിക്കും പൂവിന് ഇത്ര അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറ്? എന്തിനായിരിക്കും പൂവിന് ഇത്ര അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്മെല്ല്? നമ്മുടെ ബ്രോക്കർമാരെ, ആരെയാ, നമ്മുടെ ബി, ഹണി ബി, അവരെയൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനെ സഹായിക്കുന്നതാണ് നമ്മുടെ കാലിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെറ്റൽ എന്ന് നമ്മൾ പറയും. പിന്നെ വേറൊരാള്, അതാണ് സെപ്പൽ. ഓക്കെ, സെപ്പലിനെ കുറ്റം പറയില്ലേ, നിങ്ങൾ പറയില്ലേ സെപ്പലിനെ കൊണ്ട് ഒരു ഉപകാരം ഇല്ലെന്ന്? സെപ്പൽ നമ്മുടെ ബോഡി ഗാർഡാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ചോദിക്കും, താഴെ ഇങ്ങനെ കുനിഞ്ഞു കിടക്കുന്നല്ലോ, അവനാണോ ബോഡി ഗാർഡ്? ഇതിപ്പോ സെപ്പലിന് കുറെ പ്രായമായില്ലേ. പണ്ട് നമ്മൾ മുട്ടെന്ന് കേട്ടിട്ടില്ലേ, മുട്ട് മുട്ട് മുട്ട്, ബഡ്. ഒരു പൂ വിരിയുന്നതിന് മുമ്പ് ആദ്യം എന്തായിരിക്കും? അത് ഒരു ബഡ് ആയിരിക്കും അല്ലേ. ബഡ് ആയിട്ടിരിക്കുന്നത് കണ്ടിട്ടോ? മുല്ലമുട്ട് കണ്ടിട്ടുണ്ടോ? അത് വൈറ്റ് ആകുന്നതിന് മുമ്പ് അതിന്റെ കളർ എന്താ? പച്ച കളറാണ് അല്ലേ. ആ പച്ച കളറാണ് സെപ്പൽ. ആ ഒരു ഫ്ലവറിനെ പ്രൊട്ടക്ട് ചെയ്ത് കവർ ചെയ്ത് വെച്ചിരിക്കുന്ന പച്ച കളറിലെ ആ ഭാഗമാണ് സെപ്പൽ എന്ന് പറയുന്നത്. അതിന്റെ ആ സെപ്പലാണ് പിന്നെ പൂ വിരിയുമ്പോഴത്തേക്കും ഇങ്ങനെ ആയിട്ട് മാറുന്നത്. അപ്പൊ ആ സെപ്പലാണ് നമ്മളെ ആര്, കൊറോള എന്ന് പറയുന്നത്. കൊറോള എന്താണ്? സെപ്പൽ. അപ്പൊ സെപ്പലിന്റെ വേറെ പേരാണ് കൊറോള. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. 4 വോൾസ് ആണുള്ളത്: കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. കാലിക്സ് പെറ്റലാണ്, കൊറോള സെപ്പലാണ്. ഇനി ഇത് രണ്ടും പറഞ്ഞിട്ട് ഞാൻ ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻഡ്രീഷ്യം, ഗൈനീഷ്യം ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. ബയോളജിയിലെ വാക്കുകൾ നമുക്ക് അതിനകത്ത് അറിയാവുന്ന കുറച്ച് കുറച്ച് വാക്കുകൾ ഒളിച്ചിരിപ്പുണ്ടായിരിക്കാം. ഓക്കെ, എളുപ്പം. ആൻഡ്രോ, ഗൈനോ. ഗൈനോ എന്ന് കേൾക്കുമ്പോഴല്ലേ പെട്ടെന്ന് മനസ്സിലാവുക? ഗൈനക്കോളജിസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ. ആം, അപ്പൊ ഗൈനക്കോളജിസ്റ്റ് എന്താ? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് എന്താണ് പാർട്സുമായിട്ട് ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡോക്ടറാണ്. അപ്പൊ ഗൈനോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീമെയിൽ. അപ്പൊ ഗൈനീഷ്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫീമെയിൽ പാർട്സ് ആണ്. ഓക്കെ, ഈ ഒരു ചെടി ഞാൻ പറഞ്ഞില്ലേ, സെക്ഷുവൽ ആണ്, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. അപ്പോൾ ഒരു മെയില് കാണും, ഫീമെയിൽ കാണും അല്ലേ. അപ്പൊ ആ ഫീമെയിൽ പാർട്ടാണ് ഒരു ഫ്ലവറിന്റെ ഫീമെയിൽ പാർട്ടാണ് എന്ത്? ഗൈനീഷ്യം. അപ്പൊ മെയിൽ പാർട്ട് എന്താ? ആൻഡ്രോ. ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. ആൻഡ്രൂ, ആൻഡ്രൂ എന്നൊക്കെ പേര് ആർക്കാ ഉള്ള? ആൻഡ്രിയ എന്ന് വേറെ പേരുണ്ട്, അത് വേറെ. പക്ഷെ ആൻഡ്രൂ എന്ന് പേരുള്ള ആർക്കാ? മെയിലിന്. അങ്ങനെയൊക്കെ ഓർത്തിരുന്നാൽ മതി. അതുപോലെ നിങ്ങൾ കേട്ടിട്ടില്ലേ ആൻഡ്രോജൻസ്, ടെസ്റ്റോസ്റ്ററോൺ പോലത്തെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിനെ നമ്മൾ ആൻഡ്രോജൻസ് എന്നല്ലേ വിളിക്കുക. അപ്പൊ ഇതെല്ലാം എന്താണ്? മെയിൽ എന്നുള്ളൊരു അർത്ഥമാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ഇനി വേറൊരു ഫൺ ഫാക്ട് പറയാം, ഇത് എക്സാമിന് വരില്ല.
വെറുതെ കഷ്ടപ്പെട്ട് പഠിക്കാൻ നോക്കണ്ട. ഗൈനാൻഡ്രോമോർഫ് എന്ന് കേട്ടിട്ടുണ്ടോ? ഗൈനാൻഡ്രോമോർഫ്. അത് ആക്ച്വലി ഒരു ക്രോമസോമൽ അല്ലെങ്കിൽ ഒരു ജനറ്റിക് കണ്ടീഷൻ ആണ്. മനുഷ്യർക്ക് അല്ല. ഞാൻ നമ്മൾ ജനറ്റിക്സ് പഠിക്കുന്ന സമയത്ത് ഇപ്പൊ സുവോളജി ഇതൊക്കെ കിട്ടി ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ വന്ന് സുവോളജി ഒക്കെ പഠിക്കുകയാണെങ്കിൽ എന്താ ജനറ്റിക്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡ്രോസോഫില മെലനോഗാസ്റ്ററിനെ കുറിച്ച് ഒരുപാട് പഠിക്കും. എന്താ ഡ്രോസോഫില മെലനോഗാസ്റ്റർ? 12ാം ക്ലാസ് പഠിക്കുന്നവരല്ലേ? എന്താ? കണ്ണീച്ച. കണ്ണീച്ചയാണോ? ഫ്രൂട്ട് ഫ്ലൈ, അതായത് ഫ്രൂട്ട്സിലൊക്കെ വന്നിരിക്കുന്ന ആ ചെറിയ ഈച്ച. അതിനെ നമ്മൾ ഒരുപാട് വളർത്തും. അപ്പൊ അതിൽ വരുന്നൊരു കണ്ടീഷനാണിത്, ഗൈൻ ആൻഡ്രോമോർഫ്. ഗൈൻ എന്ന് വെച്ചാൽ എന്താ? ബയോളജിക്കാരാണ് വേർഡ്സിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അർത്ഥം കണ്ടുപിടിക്കാൻ പഠിക്കണം. ഗൈൻ എന്ന് വെച്ചാൽ എന്താ? ഫീമെയിൽ. ആൻഡ്രോ എന്ന് വെച്ചാൽ എന്താ? മെയിൽ. മോർഫ് എന്ന് വെച്ചാൽ മോർഫിയാന്ന് വെച്ചാൽ എന്താ? ഒരു സാധനത്തിൽ വേറെ സാധനം വെക്കുക അല്ലെ? അപ്പൊ ഈ ഗൈൻ ആൻഡ്രോ മോർഫ് എന്ന് വെച്ചാൽ ഡ്രോസോഫിലയിലെ തന്നെ പകുതി മെയിലും ഈ കുറച്ച് ജനറ്റിക് ഫാക്ടേഴ്സ് കാരണം ഇവർ വളർന്നു വരുമ്പോൾ എന്താണ്, ചിലരുടെ പകുതി ഭാഗം മെയിലായിട്ട് വളരും, പകുതി ഭാഗം ഫീമെയിൽ ആയിട്ട് വളരും. അപ്പൊ അവരെ കണ്ടാൽ പകുതി മെയിലും പകുതി ഫീമെയിലും ആയിരിക്കും. നമ്മളിങ്ങനെ അർദ്ധനാരീശ്വരൻ എന്നൊക്കെ പറയുന്ന പോലെ. അതാണ് ഗൈനാൻഡ്രോമോർഫ്. ഓക്കെ. അപ്പൊ ആ വാക്കുകളുടെ അർത്ഥം മനസ്സിലായോ? ഗൈനോ, ആൻഡ്രോ. അപ്പൊ ഇവിടെ ആൻഡ്രീഷ്യം എന്ന് പറഞ്ഞാൽ മെയിൽ പാർട്സ് ആണ്. അതിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് സ്റ്റേമൻ. അപ്പൊ നിങ്ങൾ ചോദിക്കും, അത് ഞാൻ ഈ പിക്ചറിൽ കാണുന്നില്ലല്ലോ, എവിടെ സ്റ്റേമൻ? പറഞ്ഞുതരാം. പിന്നെ ഗൈനീഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഫീമെയിൽ ആണ്. അതിന്റെ വേറൊരു പേരാണ് പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ എന്ന് പറയുന്നത്. ഓക്കെ, പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ എന്ന് പറയുന്നത്. ഇനി നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു സാധനം മാത്രം, അതായത് ഈ ഓവറി, ഈ നീളത്തിലുള്ള ട്യൂബ്, സ്റ്റൈല്, അതിന്റെ മേളിലുള്ള ലാൻഡിങ് പ്ലാറ്റ്ഫോം, സ്റ്റിഗ്മ, ഇതൊക്കെ നമ്മൾ 8ാം ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. ഓക്കെ, അതിനെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ഒരു പിസ്റ്റിൽ അല്ലെങ്കിൽ ഒരു കാർപ്പൽ. അതിനെ ഇങ്ങനെയും വിളിക്കും, ഗൈനീഷ്യം. അതാണ് ആ ഫ്ലവറിന്റെ ഫീമെയിൽ പാർട്ട്, ടോട്ടൽ ഫീമെയിൽ പാർട്ട് അതാണ്. ഓക്കെ, റീപ്രൊഡക്റ്റീവ് പാർട്ട്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും. ഇപ്പൊ അതുകൊണ്ടാണ് ഞാൻ അധികം മിണ്ടാത്തത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറേ ആൾക്കാരെ കണ്ടോ? ഒരു തലയും പിന്നെ ഒരു വാലുമുള്ള, അതായത് ഒരു ട്യൂബ്, അതിന് മേലുള്ള ഒരു തല, ട്യൂബ്, തല, അവരെ കുറിച്ചും പഠിക്കും ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈ സ്റ്റേമൻ എന്ന് വിളിക്കുന്നത്. മറ്റേതാണ് പിസ്റ്റിൽ. അപ്പൊ പിസ്റ്റിലിന്റെ പാർട്സ് ആണ് ഈ പറയുന്ന സ്റ്റിഗ്മ, സ്റ്റൈല്, ഓവറി. സ്റ്റിഗ്മ എന്ന് വെച്ചാൽ പോളൻ ഗ്രെയിൻ. അതൊക്കെ നമ്മൾ പഠിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നു എന്നുള്ളൂ. ഇപ്പൊ മനസ്സിലായില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഡീറ്റെയിൽ ആയിട്ട് ഇതെല്ലാം അകത്ത് വരുന്നുണ്ട്. പോളൻ ഗ്രെയിൻ വന്ന് ലാൻഡ് ചെയ്യാനുള്ള, ഈ ഹെലിപാഡിലൊക്കെ ഹെലികോപ്റ്റർ വരില്ലേ, അതുപോലെ ലാൻഡ് ചെയ്യാനുള്ള ഒരു ലാൻഡിങ് പ്ലാറ്റ്ഫോം ആണ് സ്റ്റിഗ്മ. സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരു ട്യൂബാണ്. ഇതിനെക്കുറിച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ പഠിക്കും അകത്ത്. അവിടെ ഒരു മത്സരമൊക്കെ നടക്കും. ഒരാളിങ്ങനെ തുറന്ന് അകത്തോട്ട് വരും ഓവറിയിലോട്ട്. ഓവറി എന്ന് പറഞ്ഞാൽ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, നമ്മൾ പഠിക്കും. മെയിൻ ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ഇനി ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേമൻ, ഇവിടെ കുറേ സ്റ്റേമനെ കണ്ടോ? തലയും വാലുമുള്ള. ആ, അപ്പൊ സ്റ്റേമന് 2 പാർട്ട് ഉണ്ട്. ഒരു ആന്തർ, ഈ മേളിലുള്ള തലയാണ്, ബൾബ് പോലെ ഇരിക്കുന്ന സാധനമാണ് ആന്തർ. ബാക്കിയുള്ള ഈ ട്യൂബാണ് ഫിലമെന്റ്. ഇവിടുത്തെ ട്യൂബാണ് സ്റ്റൈല്. അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഇനി 2 ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാൻ, ടെക്സ്റ്റിലില്ല. യൂണിസെക്ഷുവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉം. ആ ഒരു നമ്മൾ വിചാരിക്കും യൂണിസെക്ഷുവൽ എന്ന് പറഞ്ഞാൽ ഒരു ചെടിയിൽ ഒരു എന്താണ് മെയിലോ ഫീമെയിലോ മാത്രമുള്ളതാണ്. പക്ഷെ അങ്ങനല്ല. യൂണിസെക്സ് സലൂൺ എന്ന് കേട്ടിട്ടുണ്ടോ? യൂണിസെക്സ്, അവിടെ എന്താ? മെയിലും ഫീമെയിലും വരുന്ന സലൂൺ ആണ് അല്ലേ? അതുപോലെയാണ് യൂണിസെക്ഷുവൽ എന്ന് പറഞ്ഞാല് 2 എന്താണ് മെയിലും ഫീമെയിലും ഉള്ള ഫ്ലവറിനെയാണ് നമ്മൾ യൂണിസെക്ഷുവൽ എന്ന് വിളിക്കുന്നത്. ഒന്നെങ്കിൽ മെയിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഫീമെയിൽ മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ പ്ലാന്റ്സിനെയാണ് നമ്മൾ ബൈസെക്ഷുവൽ എന്ന് വിളിക്കുന്നത്. ഹെട്രോതാലിക്, അതിൻ്റെയൊക്കെ വേറെ പേരുകളാണിത്. ഓക്കെ, അത് തൽക്കാലം നമുക്ക് വിട്ടുകളയാം. ഇപ്പൊ നമ്മൾ എന്തൊക്കെ കണ്ടു? ഫ്ലവറിനെ കുറിച്ച് എല്ലാം കണ്ടില്ലേ? ഫ്ലവർ, സൈറ്റ് ഓഫ്. അപ്പൊ ഈ പെറ്റല് കണ്ടോ? പെറ്റല് ഭയങ്കര വലിയ കളർഫുൾ ആയിട്ടുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഫ്ലവറിനെ ബയോളജി സയന്റിസ്റ്റുകൾ നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്ന പോലെ ബയോളജിക്കൽ ആൻഡ് എംബ്രിയോളജിക്കൽ മാർവെൽസ് എന്ന് വിളിക്കും. നല്ല രസമാണ് കാണാൻ. അതുപോലെ റീപ്രൊഡക്ഷനിലും ഒരുപാട് സഹായിക്കും. അതുകൊണ്ടാണ് നമ്മൾ അവരെ അങ്ങനെ വിളിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ നമ്മുടെ ലെവൽ 1 കഴിയാറായി. ഇതേ
ഇത് അകത്തുണ്ട് എങ്കിലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒരു സ്റ്റേമൻ ഞാൻ പറഞ്ഞില്ലേ, ആൻഡ്രീഷ്യം, ഒരു സ്റ്റേമൻ, കുറേ സ്റ്റേമൻ ഉണ്ട്. ഇതിപ്പോ ചെമ്പരത്തിയിൽ ഈ മഞ്ഞ 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 കാണുന്നുണ്ടോ? അതൊക്കെ ആന്തറാണ്. പിന്നെ ഈ കാണുന്ന ഏറ്റവും വലിയ സാധനം അത് സ്റ്റേമനാണ്, അല്ല സോറി, ഇതൊക്കെ സ്റ്റേമനാണ്, മഞ്ഞ മഞ്ഞ മഞ്ഞ. ഈ ഏറ്റവും വലുത് എന്താണ്? പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പലാണ്. ഓക്കെ, പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പലാണ്. അപ്പം സ്റ്റേമന്റെ സ്ട്രക്ചർ പഠിക്കാൻ ഒരു ആന്തർ, ഒരു ഫിലമെന്റ്, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അകത്ത് പഠിക്കും. അതുപോലെ കാർപ്പലിന്റെ സ്ട്രക്ചർ പഠിക്കുകയാണെങ്കിൽ ലാൻഡിംഗ് പ്ലാറ്റ്ഫോം, സ്റ്റിഗ്മ, പിന്നെ സ്റ്റൈല്. ഇത് ഓവറിയാണ്, ഓവറിയുടെ വോളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, മറ്റൊരു പേരാണ് പെരികാർപ്പ്. അതിപ്പോൾ നമുക്ക് പഠിക്കാനില്ല, എന്നാലും ഞാൻ പറയുന്നേ ഉള്ളൂ. പെരികാർപ്പ് ഓർത്തിരിക്കുക. പിന്നെ അതിനകത്ത് ഒവ്യൂൾ ഉണ്ട്, അതൊക്കെ നമ്മൾ അകത്ത് പോകുമ്പോൾ കാണും. ഓക്കെ. അടുത്തതായിട്ട് അപ്പോൾ നമ്മുടെ ലെവൽ 1 കഴിയാറായി അല്ലേ? ലെവൽ 1 കഴിഞ്ഞോ? കഴിയാറായി. അപ്പൊ അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. പണ്ട് എന്നെ എൻ്റെ അമ്മ ഉം, വരയ്ക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അന്ന് മുതൽ ഞാൻ വളരെ നല്ലതായിട്ട് ആ ഒരു പിക്ചർ വരയ്ക്കും. അപ്പൊ ഇത് നോക്ക്, ഇതാണ് ഞാൻ പണ്ട് വരച്ചിരുന്ന പിക്ചർ. എനിക്ക് തോന്നുന്നു എല്ലാവരും ഇത് വരച്ചിട്ടുണ്ടായിരിക്കുമല്ലേ. ഞാൻ ഇപ്പോഴും ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് വരയ്ക്കുന്നത്. അപ്പം ഇത് നോക്കിയാല് ഇതിനകത്ത് ഈ പച്ച കളറിൽ ഞാൻ വരച്ചെന്താ എന്ന് ഓർത്ത് നോക്കിയാൽ, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? പെറ്റലാണോ, സെപ്പലാണോ? സെപ്പലാണ്. വേറൊരു പേരെന്താ? കൊറോള. ഈ പിങ്ക് കളറിൽ ഞാൻ വരച്ചെന്താ? താമരയുടെ പെറ്റലിന്റെ വേറൊരു പേരെന്താ? കാലിക്സ്. അപ്പൊ ആ വാക്കുകൾ ഓർത്തിരിക്കുക. ഇതൊക്കെ CUT-യിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു സാധനമാണ് മാച്ച് ദ ഫോളോയിങ്. കുറച്ച് ട്രിക്കി ആയിട്ട് വരുന്ന സാധനമാണ്. അപ്പം മാച്ച് ദ ഫോളോയിങ്ങിന് വേണ്ടിയിട്ട് എല്ലാം നല്ലപോലെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കണം എപ്പോഴും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ഇതിലേക്ക് മൂവ് ചെയ്യാം. അടുത്തതാണ്. ഓക്കെ, ഇതെന്താണെന്നറിയോ? നമ്മൾ സക്സസ്ഫുള്ളി നമ്മളുടെ ലെവൽ 1 കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ലെവൽ 1 കംപ്ലീറ്റഡ്. ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കാ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, നമുക്ക് അടുത്ത ലെവലിലേക്ക് പോയാലോ? അടുത്ത ലെവൽ എന്തായിരുന്നു? റീപ്രൊഡക്ഷൻ അല്ലേ? എന്ത് റീപ്രൊഡക്ഷൻ? മെയിൽ റീപ്രൊഡക്ഷൻ അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം. മെയിൽ റീപ്രൊഡക്ഷനകത്ത് മെയിൽ റീപ്രൊഡക്ഷൻ, ഈ റീപ്രൊഡക്ഷനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും സ്ട്രെസ് ചെയ്യുന്നൊരു സാധനമാണ് ഫെർട്ടിലൈസേഷൻ. പക്ഷെ ഫെർട്ടിലൈസേഷനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ്. അതായത് ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ അതിന് കാരണമായിട്ടുള്ള കുറേ സ്ട്രക്ചേഴ്സും കുറേ ഇവന്റ്സും ഒക്കെ ഇല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു കഥയാണ്. ഒരു ഒരു മെയിൻ ഭാഗം മാത്രമല്ല, നമ്മൾ ആ ഫുൾ എങ്ങനെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അതെല്ലാം പഠിക്കും. ഓക്കെ, അപ്പൊ അത് നമ്മൾ പഠിക്കാൻ പോവാണ്. അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. ആദ്യം സ്ട്രക്ചേഴ്സിനെ കുറിച്ച് പറയാം. അതിനെക്കുറിച്ച് ഞാൻ ഇനി വീണ്ടും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഏതാണ്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഏതാണെന്ന് അറിയാം അല്ലേ? ആൻഡ്രോയിന്റെ ഈശ്യമാണ് ആൻഡ്രീഷ്യം, ഗൈനോയിന്റെ ഈശ്യമാണ് ഗൈനീഷ്യം. അപ്പം എനിക്ക് എപ്പോഴും സ്പെല്ലിങ് തെറ്റിപ്പോവും. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ മനസ്സിൽ ഇങ്ങനെ മറ്റുള്ളവരോട് പറയുമ്പോൾ എനിക്കറിയാം ആൻഡ്രീഷ്യം, ഗൈനീഷ്യം എന്ന് ഞാൻ പറയും. പക്ഷെ എഴുതുന്ന സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ ആരും കേൾക്കാതെ എങ്ങനെ പറയും? ആൻഡ്രോയിഷ്യം. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഞാൻ ആരും കേൾക്കാതെ എൻ്റെ മനസ്സിൽ പറയുന്ന കുറേ സ്പെല്ലിങ്ങുകളുണ്ട്. ലൈക്ക് കുറേ സയൻറ്റിഫിക് നെയിംസ് ആണ് മെയിനായിട്ടും. ഞാനത് വഴിയേ പറഞ്ഞുതരാം. അപ്പോൾ മെയിൽ ഫീമെയിൽ സ്ട്രക്ചേഴ്സ് നമുക്കറിയാം. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പോവാം. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് മൈ ഗാമറ്റോജനസിസ്. ബയോളജി സ്റ്റുഡൻ്റ് ആണ്. ഞാൻ പറഞ്ഞു, നമ്മൾ എന്ത് പഠിച്ചാലും വാക്കുകളെ സ്പ്ലിറ്റ്, നമ്മൾ പുതിയൊരു വാക്ക് കിട്ടുകയാണ്, പാടാൻ തോന്നുകയാണെങ്കിൽ ആ വാക്കുകളെ ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയാൽ മതി. സ്പ്ലിറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ വാക്കിന്റെ അർത്ഥം മനസ്സിലാവും. അപ്പൊ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ജെനസിസ് ഞാൻ ഇപ്പോഴേ പറഞ്ഞുതരാം, ഇത് നിങ്ങൾക്ക് അറിയാൻ ചാൻസ് ഇല്ല കുറെ പേർക്കൊക്കെ. ജെനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനിപ്പിക്കുക അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുക, ഉണ്ടാക്കുക എന്നാണ്. അപ്പൊ ഗാമറ്റോജനസിസ് എന്ന് വെച്ചാൽ എന്താ? ഗാമറ്റിനെ ഉണ്ടാക്കുക, സിമ്പിൾ അല്ലേ? ഗമീറ്റിനെ ഉണ്ടാക്കുക, ഗമേറ്റോജനസിസ്. അപ്പൊ എന്താണ് ഗമേറ്റോ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എന്താണ്? സിംഗിൾ സെൽഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ ഉപയോഗിക്കുന്നത്. എന്നിട്ടും പറഞ്ഞിട്ട് മനസ്സിലാവാത്ത ആൾക്കാരോട് പറയാം, മെയിൽസില് സ്പേം എന്ന് പറയും,
ഹ്യൂമൻസിന്റെ കാര്യമാണ് പറയുന്നത്. ഫീമെയിൽസിൽ എഗ് എന്ന് പറയും, അതാണ് ഗെമേറ്റ്സ്. ഓക്കെ, അപ്പൊ നമ്മളുടെ മെയിലും ഫീമെയിലും ഗെമറ്റോജനസിന് രണ്ട് പേരുണ്ട്. ഓക്കെ, മെയിലിലാണെങ്കിൽ പ്ലാന്റ്സിന്റെ കാര്യമാണ്, ഫ്ലവറിംഗ് പ്ലാന്റ്സ്, മൈക്രോസ്പോറോജനസിസ്. ഫീമെയിൽസിലാണെങ്കിൽ മെഗാസ്പോറോജനസിസ്. അയ്യോ, ഇതെങ്ങനെ പഠിക്കും? കഷ്ടപ്പാടല്ലേ? കഷ്ടപ്പാടാണോ? നമുക്ക് ജനസിസ് അത് ഓൾറെഡി നമ്മുടെ ഗാമറ്റോജനസിസിലുണ്ട്. എന്താ ഉണ്ടാക്കുക? എന്തോ ഒരു സാധനം ഉണ്ടാക്കുക. ഗമീറ്റ് ആയിരുന്നു ഉണ്ടാക്കുന്നത്. മെയിൽസില് മൈക്രോസ്പോറോജനസിസ്. അപ്പൊ ഇവിടെ എന്താ ഉണ്ടാക്കുന്നത്? മൈക്രോസ്പോർ. ഇപ്പൊ ഒരു നല്ല സാധനം, ഇൻട്രസ്റ്റിംഗ് സാധനം വരാനുണ്ട്. ഇവിടെ എന്താ ഉണ്ടാക്കുന്ന ഫീമെയിൽസില്? മെഗാസ്പോറോജനസിസ്. അപ്പൊ മെഗാസ്പോർ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? പറയും. നമ്മുടെ ഗമീറ്റുകളുടെ പേരെന്താ? നമ്മൾ മനുഷ്യരിൽ സ്പേം എഗ് എന്ന് പറയും, പക്ഷെ പ്ലാന്റ്സിൽ എന്ത് പറയും? മൈക്രോസ്പോർ, മെഗാസ്പോർ. ഇപ്പൊ പറയും കൺഫ്യൂഷൻ ആവുമല്ലോ, ആരുടെയാ വലുത് ആരുടെയാ ചെറുത് എന്ന് എങ്ങനെ തിരിച്ചറിയും? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ മനുഷ്യരിൽ സ്പേം ആണോ എഗ് ആണോ വലുത്? ഇത് എഗ് ഇത്രയും ഉണ്ടെങ്കിൽ സ്പേം ഇത്രയും ആണ്. ഓക്കെ, ആ എഗ്ഗിൽ വന്ന് കേറണ്ടേ സ്പേമിന്? അതുപോലാണ് ഇവിടെ. ആരാ ചെറുത്? മെയിലാണ് ചെറുത്, ഫീമെയിലാണ് വലുത്. അപ്പോ മൈക്രോസ്പോറോജനസിസ് എന്ന് വെച്ചാൽ ചെറുതാണ് അല്ലേ? അപ്പൊ ആരുടെ ആയിരിക്കും? മെയിലിന്റെ ആയിരിക്കും. ഇനി മെഗാസ്പോറോജനസിസ് എന്ന് പറഞ്ഞാൽ ആരുടെ ആയിരിക്കും? വലുതാണ് അല്ലേ? ഫീമെയിലിന്റെ ആയിരിക്കും. മനസ്സിലായോ? ഈ പറഞ്ഞത് വല്ലതും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഞാൻ ഒരിക്കലും നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാന്ന് പറയില്ല, കാരണം ഇതെല്ലാം നമുക്ക് ഇനിയും വരാനുള്ളത്. അപ്പൊ നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം? നമ്മളുടെ മെയിലിൽ നിന്ന് തുടങ്ങാം അല്ലെ? മെയിലിൽ നിന്ന് തുടങ്ങാം. മെയിലിനെ പഠിച്ചിട്ട് നമുക്ക് ഫീമെയിലിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് ലെവൽ കംപ്ലീറ്റ് ആവും മെയിൽ പഠിച്ചു കഴിഞ്ഞാൽ. ഒന്നുമില്ല, പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് ഇത് തീർക്കാവുന്നേ ഉള്ളൂ. അപ്പൊ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിനെ കുറിച്ച്, സ്ട്രക്ചറാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഇവന്റിന് മുമ്പ് സ്ട്രക്ചറാണ് പഠിക്കുന്നത്. നമ്മളിപ്പോൾ നമ്മളുടെ ഒക്കെ പഠിക്കുമ്പോൾ സ്ട്രക്ചറല്ലേ പഠിക്കുക, അതുപോലെ ഇതിൽ നമ്മൾ സ്ട്രക്ചറാണ് പഠിക്കുക. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞു നിർത്തിയാൽ നമ്മളൊരു ഫ്ലവർ കണ്ട് നമ്മളിങ്ങനെ ഏറ്റവും ആ ഒരു ബേർഡ് വ്യൂവിൽ നിന്ന് താഴോട്ട് വരിക. അതായത് ആദ്യം നമ്മൾ ഫ്ലവർ കണ്ടു. ഫ്ലവറാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ചില ഫ്ലവറിൽ രണ്ടും ഉണ്ട്, മെയിലും ഫീമെയിലും ഉണ്ട്. ചില ഫ്ലവറിൽ മെയില് മാത്രമേ ഉള്ളൂ, ചിലതിൽ ഫീമെയിൽ മാത്രമേ ഉള്ളൂ. നമ്മളിങ്ങനെ പറയല്ലേ, പപ്പായ മരം, ഓമയ്ക്ക മരം അല്ലല്ലോ, റംബൂട്ടാന്റെ ഒക്കെ മരം വീട്ടിലാണെങ്കിൽ പറയില്ലേ, കുറെ വർഷമായി കാ പിടിക്കുന്നില്ല. അപ്പൊ പറയും ആണാ, അല്ലെങ്കിൽ പറയും പെണ്ണ. അതിന്റെ അർത്ഥം എന്താ? അതിൽ ആണോ പെണ്ണോ മാത്രമേ ഉള്ളൂ, അതിന്റെ കൂടെ വേറെ ആരും ഇല്ല. രണ്ടും കൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാ പിടിക്കല്ലേ. അതൊക്കെ നമുക്ക് പഠിക്കാം, ഫെർട്ടിലൈസേഷൻ പഠിക്കുമ്പോൾ പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫ്ലവറിനകത്ത് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ട് കണ്ടതേ ഇവനെയാ. ഇവനെ നോക്കണ്ട, റൈറ്റ് സൈഡിലുള്ള ഈ പിക്ചർ നോക്കണ്ട, ഇതൊന്ന് നോക്കിയേ. നമ്മൾ ആരെയാ കണ്ടത്? നമ്മളുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഇവനെയാണ് കണ്ടത് അല്ലേ? ഇവന്റെ പേരെന്താന്നാ നമ്മൾ പറഞ്ഞത്? സ്റ്റേമൻ എന്നാണല്ലോ പറഞ്ഞേ. സ്റ്റേമൻ. ഓക്കെ, അതവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ല. ആ, അപ്പൊ സ്റ്റേമൻ ആണിത്. സ്റ്റേമന് രണ്ട് പാർട്ടാണ് ഉള്ളത്. ഞാൻ പറഞ്ഞ ഒരു തലയുണ്ട്, ഒരു വാലുണ്ട് അല്ലെ? അപ്പൊ ഈ തലയുടെ പേരാണ് ആന്തർ. ആന്തർ, ആന്തർ. ഇപ്പൊ തന്നെ പഠിച്ചോ? അതിന് ഷോർട്ട് കട്ട് ഒന്നും പറഞ്ഞുതരാൻ എനിക്കറിയില്ല. പഠിക്കേണ്ടതൊക്കെ അങ്ങനെ തന്നെ പഠിച്ചോണം. നമ്മൾ കുറെ പ്രാവശ്യം റിപ്പീറ്റ്, അത് പേടിക്കേണ്ട ആവശ്യമില്ല. കുറെ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുക. റിവൈസ് ചെയ്യണം, അത് മറക്കാൻ പാടില്ല. അപ്പൊ ആന്തർ എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ തല. വാലിന്റെ പേരെന്താ? ഫിലമെന്റ്. ഇനി നമുക്കൊരു ഗെയിം കളിച്ചാലോ? അതായത് ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും, ഇത് വായിച്ചിട്ട് ഞാൻ കുറച്ച് ഫീച്ചേഴ്സ് പറയും, അത് വായിച്ചിട്ട് അത് ആന്തർ ആണോ ഫിലമെന്റ് ആണോ എന്ന് കണ്ടുപിടിക്കാം. ലോങ് ആണ് എന്ന് വെച്ചാൽ നീളമുണ്ട്, സ്ലെൻഡർ ആണ് വണ്ണം കുറവാണ്, സ്റ്റോക്ക് ആണ് അതായത് തണ്ടാണ്. അപ്പൊ തന്നെ മനസ്സിലായില്ലേ ആരാ? ആരാണ്? നമ്മളുടെ ആന്തർ ആണോ? ആന്തർ ഉണ്ടല്ലേ, തലയല്ലേ? ഫിലമെന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫിലമെന്റ് എന്ന് എഴുതി. ഞാൻ ഈ വാക്കുകൾ ഇവിടെ എനിക്ക് ജസ്റ്റ് പറഞ്ഞാൽ മതി. ഞാൻ എന്തിനാ വാക്കുകൾ എഴുതിയെന്ന് വെച്ചാല്, ആ വാക്കുകൾ എക്സാമിന് വന്നാൽ എക്സാക്ട് ഉറപ്പായിട്ടും ഞാൻ 100% പക്ക പറയാണ്, NCERT എന്നുള്ള അതേ സെന്റൻസുകൾ, അതേ വാക്കുകൾ, അതേ കൺസെപ്റ്റ് മാത്രമേ CUT യുടെ എക്സാമിന് വരൂ. പുറത്തുനിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട, പുറത്തുനിന്നൊന്നും പഠിച്ചിട്ട് പോകാൻ വേണ്ട.
അപ്പോൾ അതുകൊണ്ട് ഈ വാക്കുകൾ വന്നാൽ അപ്പം തന്നെ മനസ്സിലാക്കിക്കൊള്ളുക, ദാറ്റ് ഇസ് ഫിലമെന്റ്. ആൻഡ് ടെർമിനൽ ആണ്. ടെർമിനൽ എന്ന് വെച്ചാൽ എന്താ? ടെർമിനൽ എന്ന് വെച്ചാൽ എന്താ? അറ്റത്തുള്ളത്. അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ എന്താ? ആരാണ്? ആന്തർ ആണ്. എന്താണ്? ആന്തർ ആണ്. ഇനി അവരെ കുറിച്ച് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ആന്തറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആന്തർ ഇസ് ബൈലോബ്ഡ്. നോക്കിയേ, ഇത് കണ്ടോ? ഈ ബി ഞാൻ നോക്കണ്ടെന്ന് പറഞ്ഞത്, ഇനി നോക്കിക്കോ, ഇനി നോക്കിക്കോ. അപ്പൊ ഇത് എന്താണ്? ആന്തർ ആണ് അല്ലേ? ആന്തറിനെ ഞാൻ വെറും ആന്തർ അല്ല, ആന്തറിനെ ഞാൻ മുറിച്ചു. അതായത് ഞാൻ ഇവിടുന്ന് ഒരൊറ്റ വെട്ട് വെട്ടി, എന്നിട്ട് ഞാൻ ഈ മേളിൽ നിന്ന് നോക്കുക, ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുക. ആന്തറിനെ ഇവിടുന്ന് വെട്ടി എന്നിട്ട് മേളിൽ നിന്ന് നോക്കുക. അപ്പൊ എനിക്ക് ഇങ്ങനെയാണ് കാണുക. ഓക്കെ, അപ്പൊ നോക്ക് നിങ്ങള്, ഇത് രണ്ട് ലോബാണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ ഒരു ലോബ്, റൈറ്റ് സൈഡിൽ ഒരു ലോബ്. ലെഫ്റ്റ് ലോബ്, റൈറ്റ് ലോബ്. അപ്പൊ അതിനെയാണ് ഞാൻ ബൈ ലോബ്ഡ് എന്ന് പറയുന്നത്. ബൈ എന്ന് വെച്ചാൽ എന്താ? രണ്ട്. ലോബ്ഡ് എന്ന് വെച്ചാൽ എന്താ? ലോബുണ്ട്. അപ്പൊ രണ്ട് ലോബാണ് ആന്തറിനുള്ളത്. ആന്തർ ഇസ് ബൈ ലോബ്ഡ്. ഓക്കെ, അടുത്ത ഡൈതീക്കസ്. എന്റെ പൊന്നോ, ഇത് എന്തൊക്കെയല്ലേ? ഡൈതീക്കസ്. ഓക്കെ, തീക്ക എന്ന് പറഞ്ഞാല്, ഞാൻ ആദ്യം ഇവനെ ഒന്ന് വായിച്ചു കളയട്ടെ. ആ, തീക്ക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? തീക്ക എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്. ഓക്കെ, ഒരറ, 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 ഒരറ. എത്ര അറയുണ്ട്? 4 അറയുണ്ട്. പക്ഷെ ആക്ച്വലി ഇവിടെ തീക്കസ് എന്ന് പറഞ്ഞാൽ ഇതിലെ ഓരോ ലോബും ഡൈതീക്കസ് എന്നാണെന്ന് പറയുന്നത്. അതായത് ലെഫ്റ്റിലെ ലോബ് ഡൈതീക്കസ് ആണ്. ഡൈ എന്ന് വെച്ചാലും രണ്ട്. ഓക്കെ, എല്ലാം രണ്ടല്ലേ? ആ, ഈ തീക്ക എന്താണ്? രണ്ടെണ്ണം ഉണ്ട് ഓരോ ലോബിലും. അതുകൊണ്ട് ഓരോ ലോബും ഡൈതീക്കസ് ആണ്. പിന്നെ ആന്തറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെന്ത് പറയാൻ പറ്റും? പിന്നെന്ത് പറയാൻ പറ്റും? വേറൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ലൈൻ ഓഫ് ഡെഹിസൻസ്. സോറി, അതിപ്പോ അല്ല. ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രൂവ്. ഓക്കെ, അതായത് ഇവിടുന്നെല്ലാം ഈ ഓരോ തീക്കയുടെ ഇടയ്ക്ക് എന്തുണ്ട്? ഇവരെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രൂവ് ഉണ്ട്. ആ ഗ്രൂവ് എന്താ ചെയ്യുന്നത്? ഓരോ തീക്കയും സെപ്പറേറ്റ് ചെയ്യുന്നത് ഗ്രൂവ് ആണ്. ഗ്രൂവ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇങ്ങനെ നേരെ പോകുന്ന ഒരു കുഴി അങ്ങനെയൊക്കെ പറയാം. അപ്പൊ അത്രയുള്ള ആന്തറിനെ കുറിച്ച് പഠിക്കാൻ എന്തൊക്കെയാ? ടെർമിനൽ അറ്റത്തുള്ളതാണ്, കുറച്ച് ഉരുണ്ടിരിക്കും. ബൾബിഡ് എന്ന് വേണമെങ്കിൽ പറയാം, ബൾബസ് എന്നെല്ലാം പറയാം. ബൈലോബ്ഡ് ആണ്, രണ്ട് ലോബുണ്ട്. ഓരോ ലോബും ഡൈതീക്കസ് ആണ്. ഓരോ ലോബിലും രണ്ട് തീക്കയുണ്ട്, അതായത് ആ രണ്ട് അറകൾ. പിന്നെ ഇതിനെല്ലാം ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ ഇടയ്ക്കൂടെ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രൂവ് പോകുന്നുണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് വെച്ചാൽ ഇങ്ങനെ മേളിൽ താഴോട്ട് പോകുന്നു. ഓക്കെ, പിന്നെ ഇതാണ് ഫിലമെന്റ്. ഫിലമെന്റിനെ കുറിച്ച് ഇനി പറയുകയാണെങ്കിൽ, ഞാൻ ഇതുവരെ എഴുതിയെല്ലാം വായിക്കട്ടെ. ഫിലമെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോങ് ആണ് പറഞ്ഞു, സ്ലെൻഡർ ആണ്, സ്റ്റോക്ക് ആണ്. അതിന്റെ പ്രോക്സിമൽ എൻഡ്. പ്രോക്സിമൽ എൻഡ് എന്ന് വെച്ചാൽ എന്താ? ഏറ്റവും ബാക്കിലുള്ള എൻഡ്. ഇത് കണ്ടോ? ഇതാണ് പ്രോക്സിമൽ എൻഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ തലാമസ്. തലാമസ് അല്ലെങ്കിൽ പെറ്റൽ. പെറ്റലിന്റെ അടുത്തുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, നമ്മൾ കൈനറ്റോക്കോറൊക്കെ പഠിച്ച പോലെ അതൊന്നും ഓർക്കണ്ട, അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതുപോലെ ഒരു തലാമസ്, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. തലാമസിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. തലാമസിൽ നിന്ന് പെറ്റലിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, സെപ്പല്ലല്ല. സെപ്പല് താഴെ ആണെങ്കിൽ പോലും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ആന്തർ പെറ്റലിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്, അത് ഓർത്തിരിക്കുക. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് അടുത്ത ഇതിലേക്ക് പോയാലോ? നമ്മൾ സ്ട്രക്ചർ പഠിച്ചു. എന്തിന്റെ സ്ട്രക്ചറെ പഠിച്ചുള്ളൂ? ആന്തറിന്റെ മൊത്തത്തിലുള്ള, ആന്തറിന്റെയും എന്താണ്, സ്റ്റേമന്റെ മൊത്തത്തിലുള്ള സ്ട്രക്ചറെ പഠിച്ചുള്ളൂ, ആന്തറിന്റെ വരെ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിനെ കുറച്ചുകൂടെ ഒന്ന് സൂം ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, ആ, ഇത് നോക്ക്. ഇതാണ് ആന്തറിന്റെ ടി എസ്. ടി എസ് എന്ന് വെച്ചാൽ എന്താ? ബയോളജി സ്റ്റുഡൻസ് പറയൂ. ട്രാൻസ്വേഴ്സ് സെക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്യുക, തല വെട്ടുന്ന പോലെ കട്ട് ചെയ്യുക, എന്നിട്ട് മേളിൽ നോക്കുക. അതായത് ഇപ്പൊ ഞാനത് ചോദിച്ചു, എൻ്റെ തല കട്ട് ചെയ്തിട്ട് തല ഇല്ലാത്ത ഈ ഒരു ഭാഗമില്ലേ, കഴുത്ത്, ആ കഴുത്തിൽ കൂടെ അകത്തോട്ട് നോക്കിയാൽ എങ്ങനെ കാണൂ? അതുപോലെ. അപ്പൊ ഞാൻ ആന്തറിനെ ഇങ്ങനെ വെട്ടിയിട്ട് ആന്തറിന്റെ മേളിൽ കൂടെ നോക്കി. അപ്പൊ എനിക്ക് ഏകദേശം ഇങ്ങനത്തെ ഒരു സാധനമാണ് കാണാൻ പറ്റുക. ഓക്കെ, ഇതാണ് ആന്തറിന്റെ ടി എസ് എന്ന് പറയുന്നത്, ആന്തറിന്റെ ട്രാൻസ്വേഴ്സ് സെക്ഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അതിനെക്കുറിച്ചെല്ലാം പഠിച്ചു കഴിഞ്ഞു. അപ്പം അതിനകത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ഇറ്റ് ഇസ് സർക്കുലർ ഇൻ ഔട്ട്ലൈൻ. അത് പറയാം. അത് പോട്ടെ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം, ഇറ്റ് ഹാസ് 4
മൈക്രോസ്പൊറാൻജിയ. ഞാൻ എഴുതുന്നില്ല, ഇവിടെ ഓൾറെഡി അത് എഴുതിയിട്ടുണ്ട്. മൈക്രോസ്പൊറാൻജിയ. 4 മൈക്രോസ്പൊറാൻജിയ ഉണ്ടെന്നാണ് പറയുന്നത്. എന്താണ് ഈ മൈക്രോസ്പൊറാൻജിയ എന്നറിയുമോ? മൈക്രോസ്പൊറാൻജിയ, ഇതിനെ നമ്മൾ ടെട്രാഗോണൽ ഷേപ്പ് എന്നാണ് വിളിക്കുക. ഓക്കെ, ടെട്രാഗോണൽ, അതായത് എന്താണ് 4 ഉണ്ടുണ്ട് ഇവിടെ, 4 സൈഡ് എന്നല്ല, ആ ഒരു ഷേപ്പാണ് ഈ ആന്തറിന്റെ ട്രാൻസ്ഫർ സെക്ഷനിലുള്ളത്. ഓക്കെ, ഇനി മൈക്രോസ്പൊറാൻജിയ 4 എണ്ണം ഉണ്ട്. ഈ കാണുന്ന സാധനങ്ങളാണ് മൈക്രോസ്പൊറാൻജിയ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ എന്താ പറഞ്ഞേ, നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ഇതിനെ നമ്മൾ 4 തീക്ക പറഞ്ഞു. അപ്പൊ കുറച്ചുകൂടെ നമ്മൾ ഇതായിട്ട് പറയുകയാണെങ്കിൽ മൈക്രോസ്പൊറാൻജിയ എന്ന് പറയും. ആൻഡ് ഈ മൈക്രോസ്പൊറാൻജിയ എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ്, പിന്നീട് ഇതെന്തായിട്ട് മാറും? പോളൻ സാക്ക് ആയിട്ട് മാറും. പോളൻ സാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ചാക്ക് എന്നാണ് അർത്ഥം. ഓക്കെ, പോളൻ ചാക്ക് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താ അർത്ഥം? പോളൻ ഇട്ട് വെക്കുന്ന ഒരു ചാക്ക്. ഓക്കെ, അപ്പം ആന്തർ, ഇത് എനിക്ക് ഇങ്ങനെയാണ് ഈ സാധനം കാണുന്നതിലും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണ് അതിനെ വിചാരിക്കേണ്ടത്, ഇതെന്താണെന്നാണ് വിചാരിക്കേണ്ടത്? വെയിറ്റ്, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഒരിക്കലും ഇതിനെ ഇങ്ങനെ വിചാരിക്കരുത്. ഞാൻ ഇപ്പൊ പറയുന്ന കാര്യം മനസ്സിലാവണമെങ്കിൽ പിന്നെ എങ്ങനെ ഇമാജിൻ ചെയ്യണം? എങ്ങനെ ഇമാജിൻ ചെയ്യണം? ഇത് നോക്ക്, ഇങ്ങനെ ഇമാജിൻ ചെയ്യണം. അതായത് ഉം, ഇതെല്ലാം 4 കുഴികളാണ്, 4 അറകളാണ്. ഇത് കുറച്ച് മെച്യൂർ ആയി കഴിയുമ്പോൾ, ആദ്യം ഒന്നും ഇത് ഇങ്ങനെ ആയിരിക്കില്ല കേട്ടോ. ഇത് മെച്യൂർ ആയി കഴിഞ്ഞിട്ടുള്ള ഒരു ആന്തറാണ്. അപ്പൊ ഇതിനകത്തെല്ലാം എന്താണ്? ഇതെല്ലാം പോളൻ ചാക്കായിട്ട് മാറും. ഓക്കെ, പോളൻ ചാക്കായിട്ട് മാറും. ഇതിനകത്തെല്ലാം പോളൻ നിറഞ്ഞിരിക്കും. പിന്നെ എന്ത് സംഭവിക്കും? ഇത് പൊട്ടിപ്പോവും. പൊട്ടിപ്പോകുന്നതിനാണ് നമ്മൾ ഡെഹിസെൻസ് എന്ന് പറയാം. ഡെഹിസെൻസ്, പൊട്ടിപ്പോവുക. ആന്തർ പൊട്ടിയിട്ട് ഈ പോളിൻ ഗ്രെയിൻ എല്ലാം ഇങ്ങനെ പുറത്ത് കാറ്റിലൂടെ ഇങ്ങനെ ആടി ഒളിഞ്ഞ് നടക്കും. അതാണ് ഡെഹിസെൻസ്. അപ്പോൾ പോളൻ ചാക്ക് ആയിട്ട് ഇത് മാറുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആൻഡ് അതുപോലെ തന്നെ ഓക്കെ, നമ്മൾ ആ മേളിൽ നിന്ന് നോക്കുമ്പോൾ വ്യൂ ആണ് ഇത് കേട്ടോ. ഇതാണ് ടെട്രാഗോണൽ ഷേപ്പ്. ഇതാണ് ടെട്രാഗോണൽ ഷേപ്പ്. ഇതിപ്പോ ആണ് നമ്മളിപ്പോ കണ്ട സാധനം. എന്നിട്ട് ആ മേളിൽ നോക്കുമ്പോൾ ഉള്ള 4 ട്യൂബുകളാണിത്. ഇപ്പൊ ഇങ്ങനെ ആലോചിച്ച് നോക്കുക, 4 പൈപ്പ് അല്ലെങ്കിൽ 4 ട്യൂബ് എടുത്തിട്ട് ഒരുമിച്ച് ചേർത്ത് വെച്ചു. എന്നിട്ട് നമ്മൾ മേളിൽ നോക്കുക, കുഴി, അതിനകത്ത് മൊത്തം നമ്മൾ പോളൻ ഗ്രെയിൻസ് ഇട്ട് വെക്കുകയാണ്. അതാണ് സംഭവം. ഓക്കെ, അങ്ങനെ വേണം നമ്മൾ ഇതിനെ എന്ത് ചെയ്യാൻ, ഇമാജിൻ ചെയ്യാനായിട്ട്. ഇനി ഇനി എനിക്ക് പറയാനുള്ളത്, ഇനി അതിന്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ഓക്കെ, ഇതിനെക്കുറിച്ച്, ഇതിന്റെ ഈ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട്, സ്ട്രക്ചർ ഓഫ് മൈക്രോസ്പൊറാൻജിയ ആണ് നമ്മുടെ അടുത്ത സ്ലൈഡ്, പേടിക്കണ്ട. അപ്പൊ എങ്ങനെയാണ് ഇതിനെ ഇമാജിൻ ചെയ്യാൻ മനസ്സിലായോ? നമ്മൾ മേളിൽ നിന്ന് തല വെട്ടിയിട്ട്, എൻ്റെ തല വെട്ടിയിട്ട് ഇതിന്റെ മേളിൽ കൂടെ നോക്കുന്ന പോലെയാണ്. ആന്തറിനെ ഇങ്ങനെ വെട്ടിയിട്ട് അതിന്റെ മേളിൽ കൂടെ നോക്കുന്ന പോലെ. അപ്പൊ എൻ്റെ തലയ്ക്കകത്ത് മൊത്തം ജെംസ് മുട്ടായിട്ട് വെച്ച് ഇവിടെ വെട്ടിക്കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു ഹോളോ സ്പേസ് ഒന്നും അല്ല. എങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത് ഹോളോ ആണെങ്കിൽ ഇതിനകത്ത് ജംസ് മുട്ടായിട്ട് നിറച്ചാൽ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ഈ പോളൻ ചാക്കായിട്ടാണ് മാറുന്നത്. ഓക്കെ, അതുപോലെ ഇതിൽ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാല്, ഇത് മേളിൽ നിന്ന് താഴെ വരെയും എന്താണ്? പോളൻ ചാക്കായിരിക്കും. ഫുള്ള് നിറഞ്ഞിട്ടായിരിക്കും ഇരിക്കുക. അടുത്തതാണ് നമ്മുടെ സ്ട്രക്ചർ ഓഫ് മൈക്രോസ്പൊറാൻജിയ. ഞാൻ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഇട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, കുറച്ച് കാര്യങ്ങൾ എഴുതാനും കുറച്ച് കാര്യങ്ങൾ വരയ്ക്കാനുമാണ്. ഓക്കെ, അപ്പം ഒരു മൈക്രോസ്പൊറാൻജിയത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ ഒരു സൈഡ് മാത്രം എടുക്കാമെന്ന് വിചാരിച്ചു. അതായത് നമ്മൾ ഇങ്ങനെയാണ് കണ്ടല്ലേ, ഇങ്ങനെ ഇങ്ങനെ. ഇത് ഞാൻ വരയ്ക്കുന്നതിൽ വലിയ മോശമാണ്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ കണ്ട സാധനം. ഓക്കെ, ഇതിനെ ഞാൻ കുറച്ച് വലുതാക്കി വരയ്ക്കാം. ഇതിലെ എന്ത്, ഇത് മാത്രം, അതായത് ഇത്രയും ഭാഗം മാത്രം ഞാൻ ഒരു സാധനം മാത്രം എടുത്തിട്ട് ഞാൻ വലുതാക്കി വരയ്ക്കാന്ന് വിചാരിച്ചു. അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന പൂരം. അപ്പോൾ ആദ്യത്തെ ഒരു ലെയർ ഉണ്ട്, അതിനകത്ത് വേറൊരു ലെയർ ഉണ്ട്, അതിനകത്ത് വേറൊരു ലെയർ ഉണ്ട്, അതിനകത്ത് എന്തുണ്ട്? വേറൊരു ലെയർ ഉണ്ട്. നല്ല രസമുണ്ടല്ലേ കേൾക്കാൻ? അപ്പൊ ഏറ്റവും പുറത്തുള്ള ലെയറിന്റെ പേരാണ്
നമ്മളെപ്പോഴും ഏറ്റവും പുറത്തുള്ള നമ്മളുടെ സ്കിന്നിൻ്റെ ആയാലും നമ്മുടെ ഇന്റേണൽ ഓർഗൻസിലായാലും നമ്മുടെ എല്ലാത്തിലും ഏറ്റവും ഉള്ളിത്തൊലി നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ബയോളജി ലാബിൽ പോയിട്ടുണ്ട് അല്ലേ? ഉള്ളിത്തൊലിക്കകത്തുനിന്ന് ഏറ്റവും പുറത്തുനിന്ന് ഒരു സാധനം നമ്മളിങ്ങനെ ബ്ലേഡ് വെച്ചിട്ട് പുറത്തോട്ട് എടുക്കും. എന്താ? എപ്പിഡെർമിസ്. അതാണ് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ലെയർ. ഓക്കെ, എപ്പിഡെർമിസ് ആണ് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ലെയർ. അതിനകത്ത് വരുന്ന സാധനമാണ് എൻഡോതീഷ്യം. എന്ത്? എന്തോതീഷ്യം? എൻഡോതീഷ്യം. എൻഡോതീഷ്യം. ഇനി അതിനകത്തൊരു ലെയർ ഉണ്ട്. അത് ആക്ച്വലി ഒരു ലെയർ അല്ല. ഞാൻ ആദ്യം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി വരയ്ക്കാഞ്ഞതാണ്. അതിനകത്ത് കുറേ ലെയർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ മിഡിൽ ലെയർ എന്നല്ല വിളിക്കുക, മിഡിൽ ലെയേഴ്സ് എന്നാണ് വിളിക്കുക. അപ്പൊ തന്നെ മനസ്സിലാക്കിക്കോ, കുറേ ലെയർ ഉണ്ട്. ഓക്കെ, മിഡിൽ ലെയേഴ്സ്. മിഡിൽ ലെയേഴ്സ്. ഇനി ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ലെയർ ആണ് നമ്മുടെ ടപ്പേട്ടം. ടപ്പേട്ടം, ടപ്പേട്ടം എന്ത് രസമല്ലേ പറയാൻ, ടപ്പേട്ടം. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് ഇതാണ് ടപ്പേട്ടം. ഇനി ഇവരുടെ എല്ലാവരുടെയും ഫങ്ഷൻ ഇത് ഭയങ്കര സിമ്പിൾ ആണ്. ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോ, ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സാധനമാണ്. പഠിച്ചു വെക്കാൻ എന്ത് രസമുള്ള സാധനമാണ് അല്ലേ? നോക്കിക്കോ. എപ്പിഡേമിസ് ഏറ്റവും പുറത്തുള്ളത്, ഉള്ളിത്തൊലി. സെക്കൻഡ് എൻഡോതീഷ്യം. എൻഡോ എന്ന് പറഞ്ഞാൽ അകത്തുള്ളത്. ഓക്കെ, പിന്നെ മൂന്നാമത്തത് മിഡിൽ ലെയേഴ്സ്. മിഡിൽ ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ, നടുക്കുള്ള കുറെ ലെയേഴ്സ്. ഓക്കെ, നടുക്കുള്ളതായിട്ട് നമ്മൾ മിഡിൽ ലെയേഴ്സ് എന്ന് പറഞ്ഞു. ലാസ്റ്റ് എന്താണ്? ടപ്പേട്ടം. ഇനി ഇവരുടെ എല്ലാവരും നമ്മൾ ഇവരുടെ ഫംഗ്ഷൻ പഠിക്കുമ്പോൾ ഞാൻ പറയും, ഞാൻ നിങ്ങളുടെ ഫംഗ്ഷൻ പഠിപ്പിക്കാൻ പോകും. അപ്പൊ നമ്മൾ പറയും, അയ്യോ ഫംഗ്ഷൻ ഒന്നും പഠിക്കാൻ എനിക്ക് വയ്യേ, അതൊക്കെ കുറെ കാണും. പക്ഷെ ഇതിന് മൂന്നെണ്ണത്തിനും കൂടെ ഒരൊറ്റ ഫംഗ്ഷനേ ഉള്ളൂ. അല്ല, ഒരൊറ്റ ഫംഗ്ഷൻ അല്ല, രണ്ട് ഫംഗ്ഷനേ ഉള്ളൂ. പക്ഷെ എല്ലാവരുടെയും ഫംഗ്ഷൻ കോമൺ ആണ്. പ്രൊട്ടക്ഷൻ. നല്ല കാര്യമല്ലേ പ്രൊട്ടക്ഷൻ? നമ്മുടെ ഇതിന് അപ്പൊ ഇവര് ഇത്രയും പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ഈ നടുക്കിരിക്കുന്ന ഈ ഉണ്ട എന്തോ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു VIP ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം ആരായിരിക്കും. അപ്പൊ 3 ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ ഉണ്ട്. 3 ലെയർ ആണോ? അല്ല, അതിപ്പോ ഞാൻ പറയാം. ഇത് സിംഗിൾ ലെയർ എപ്പിഡെർമിസ്. വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് വെച്ചോ കേട്ടോ. നോട്ട്സ് ഒക്കെ എഴുതണമെങ്കിൽ അപ്പൊ തന്നെ എഴുതിക്കോ. ഞാൻ ഇത് എഴുതിയാ പഠിപ്പിക്കുന്നത്, സ്ലൈഡ് പോലെയല്ല, ലൈക്ക് PPT എഴുതിയേക്കുന്ന പോലെയല്ല. എൻഡോതീഷ്യം സിംഗിൾ ലെയർ. പക്ഷേ മിഡിൽ ലെയേഴ്സോ മൾട്ടിപ്പിൾ ലെയേഴ്സ് ഉണ്ട്. ഞാൻ പ്ലസ് ഇട്ടതിൻ്റെ അർത്ഥം മൾട്ടിപ്പിൾ ലെയേഴ്സ് ഉണ്ട് കേട്ടോ, കുറേ അധികം ലെയേഴ്സ് ഉണ്ട്. അപ്പം അത്രയ്ക്ക് ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ. ആൻഡ് രണ്ടാമത്തത് എന്താണ്? ഡെഹിസൻസ് ആണ്. അതായത് ഡിസ്പേഴ്സൽ ഓഫ് നമ്മളുടെ എന്താണ് ഡിസ്പേഴ്സ് ചെയ്യുന്നത് നമ്മൾ? പോളൻ ഗ്രെയിൻസ് അല്ലേ? ഡെഹിസൻസ് ഓഫ് ആന്തർ. ആന്തറിനെ പൊട്ടിക്കുക. മെച്യൂർ ആയി കഴിഞ്ഞാൽ നമ്മുടെ പോളൻ ഗ്രെയിൻസിനെല്ലാം പുറത്തു പോകണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആന്തറിനെ പൊട്ടിക്കണം. അത്രയും നാൾ നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുത്ത് അതിനെ വളർത്തി, അമ്മമാരും അച്ഛന്മാരും ഒക്കെ ചെയ്യുന്ന പോലെ കൊച്ചിലെ ഇങ്ങനെ പ്രൊട്ടക്ഷൻ കൊടുത്ത് വളർത്തി 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 വലുതായിട്ട് നമ്മുടെ നാട്ടിനേക്കാളും കുറച്ചുകൂടെ അമേരിക്കൻ, കുറച്ച് വെസ്റ്റേൺ ആയിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ആയിരിക്കും ഒരു 15 16 കഴിയുമ്പോൾ പിന്നെ അവരെ എന്തായിട്ട് വിടുകയാണ്? അവരുടെ ഫ്രീ ആയിട്ട് വിടുകയാണ്. അതുപോലെ ഇപ്പൊ പൊട്ടിച്ചു വിടും, അതായത് പുറത്തേക്ക് വിടും. വളർത്തി ഫുള്ളി മെച്യൂർ ആയി കഴിയുമ്പോൾ പുറത്തേക്ക് വിടും. അപ്പൊ ഡെഹിസൻസ് ഓഫ് ആന്തർ എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ റിലീസ് ഓഫ് പോളൻ. പോളൻ റിലീസിന് വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ അത് ബ്രാക്കറ്റിൽ അങ്ങനെ എഴുതാം, പോളൻ റിലീസ്. ഹാൻഡ് റൈറ്റിംഗ് ഒന്നും നോക്കണ്ട, ഇതിലല്ലേ എഴുതുന്നത്. പിന്നെ ഒരു കാര്യം, ഇവരുടെ 3 പേരുടെ ഫംഗ്ഷൻ ആണിത്. അപ്പൊ ഏറ്റവും അകത്തുള്ള നമ്മുടെ ടപ്പേട്ടത്തിന്റെ ജോലി എന്താ? പേര് കേൾക്കാൻ തന്നെ എന്ത് രസമല്ലേ, ടപ്പേട്ടം. ടപ്പേട്ടത്തിന്റെ ജോലി എന്താണ്? നറിഷ്മെന്റ് ആണ്. നറിഷ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? ഫുഡ് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, അത്രയും നാൾ നമ്മൾ വളർത്തുകയല്ലേ, വളർത്തുമ്പോൾ ചുമ്മാ വളരുമോ? ഫുഡ് കൊടുക്കണ്ടേ? ന്യൂട്രീഷൻ കൊടുക്കണം, ഫുഡ് കൊടുക്കണം. അതിനൊക്കെയാണ് നറിഷ്മെന്റ് എന്ന് പറയുന്നത്. ആ ഓക്കെ, അതാണ് ടപ്പേട്ടത്തിന്റെ ജോലി. മിഡിൽ ലേയേഴ്സ് കുറെ ഉണ്ട്. ഇപ്പൊ ഇത് മനസ്സിലായോ? ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഓർത്ത് വയ്ക്കുക. എപ്പിഡെർമിസ്, എൻഡോതീഷ്യം, മിഡിൽ ലെയേഴ്സ്. ഇവരുടെ 3 പേരെയും ഫങ്ഷൻസ് രണ്ടെണ്ണമാണ്: പ്രൊട്ടക്ഷൻ, ഡെഹിസൻസ് ഓഫ് ആന്തർ. പിന്നെ ഇതിൽ എപ്പിഡെർമിസും എൻഡോതീഷ്യവും സിംഗിൾ ലെയേർഡ് ആണ്. മിഡിൽ ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ കുറേ അധികം ലെയർ ഉണ്ട്.
പിന്നെ ടപ്പേട്ടം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എന്താണ്, നറിഷ്മെന്റിന് വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. ഇതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇതാണ് സ്ട്രക്ചർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയ. നമുക്കൊന്ന് കണ്ടു വെക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. ഈ പടത്തിൽ ആദ്യം ഒന്ന് നോക്കിയേ. ഈ പടത്തിലെ ഏറ്റവും ഔട്ടർ മോസ്റ്റ്, കുറച്ചുകൂടെ നല്ല കളർ എടുക്കാം. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ഏതാ? ഈ കാണുന്ന സാധനമല്ലേ? അതിന് എന്താ ലേബൽ ചെയ്തേക്കുന്നത് നോക്ക്, എപ്പിഡെർമിസ്. ഐ ഹോപ്പ് ലാസ്റ്റ് നിങ്ങൾ പഠിച്ചു കാണും. ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചപ്പോൾ തന്നെ നിർത്തി വെച്ചിട്ടായാലും പഠിച്ചിട്ടാണ് ബാക്കി കാണുന്നതെന്ന് വിചാരിക്കുന്നു. അടുത്ത് രണ്ടാം, നിർത്തി വെച്ചു എന്ന് പറഞ്ഞാൽ പോസ് ചെയ്തിട്ടെ. രണ്ടാമത്താണ് എൻഡോതീഷ്യം. ഓക്കെ, അതിനകത്തുള്ള ലെയറാണ് ഈ കാണുന്നത്, കണ്ടോ? ഇങ്ങനെ വളഞ്ഞ് 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 ഇത്, ഈ ലെയർ. അതിനെ എന്താ മാർക്ക് ചെയ്തേക്കുന്നത് നോക്ക്, മിഡിൽ ലെയേഴ്സ്, മിഡിൽ ലെയേഴ്സ്, മിഡിൽ ലെയേഴ്സ്. അതിനകത്ത് ഈ ഉണ്ടയുടെ തൊട്ട് പുറത്ത്, ഉണ്ടയുടെ തൊട്ട് പുറത്തുള്ള ആളാണ് നമ്മുടെ ടപ്പേട്ടം. കാരണം എന്താ, ടപ്പേട്ടം എന്താ ചെയ്യുന്നത്? ഉണ്ടയ്ക്ക് നറിഷ്മെന്റ് കൊടുക്കുകയാണ് ചെയ്യുക. ബാക്കിയുള്ള മൂന്നുപേരും ഉണ്ടയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ എന്താണ് ഉണ്ട ആരാ? ഉണ്ട VIP ആണ്. നോക്കാം. അപ്പം കുറച്ചുകൂടെ ഞാൻ പിന്നെ ഇതിനെ വലുതാക്കുക. നമ്മളിങ്ങനെ വലുതാക്കി ആദ്യം ഫ്ലവർ കണ്ടു, അതിൽ നിന്ന് ഒരു സ്റ്റേമൻ എടുത്തു, സ്റ്റേമനിൽ നിന്ന് ആന്തർ മാത്രം എടുത്തു, ആന്തറിന്റെ തല മാത്രം എടുത്തു, പിന്നെ നമ്മൾ മൈക്രോസ്പൊറാഞ്ചിയം മൊത്തം എന്തേ എടുത്തു. ഇപ്പൊ നമ്മൾ ആ മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ കണ്ടോ, ഒരു ലെൻസ് വെച്ചിട്ട് ഇത്രയും ഭാഗം മാത്രം എടുത്ത് വലുതാക്കിയാൽ ഇങ്ങനെ ഇരിക്കും. ആദ്യത്തെ ഒരു ലെയർ നോക്കിക്കോണം, ഒരു ലെയർ എപ്പിഡെർമിസ്, അത് കഴിഞ്ഞിട്ടുള്ള ഒരു ലെയർ എൻഡോതീഷ്യം, അത് കഴിഞ്ഞിട്ടുള്ള 1, 2, 3 അങ്ങനെ കുറെ ലെയർ, മിഡിൽ ലെയർ. അതിനകത്ത് നമ്മുടെ ടപ്പേട്ടം. ഇതാണ് നമ്മുടെ ടപ്പേട്ടം. ഇതാണ് നമ്മുടെ ടപ്പേട്ടം. ടപ്പേട്ടത്തിനകത്താണ് നമ്മുടെ ഉണ്ട. ഉണ്ടയുടെ കുറച്ച് ഭാഗമുള്ളൂ ഇവിടെ. ആ ഉണ്ടയുടെ പേരാണ്, നമ്മളിവിടെ സ്പോറോജീനസ് ടിഷ്യൂ എന്ന് കണ്ടു, ഇവിടെ മൈക്രോസ്പോർ മദർസെൽ എന്ന് കണ്ടു. ഇതെന്താ, നമ്മളെ പറ്റിക്കുകയാണോ? ഒരിടത്ത് എന്തിനാ സ്പോറോജീനസ് എന്ന് എഴുതി വെച്ചേക്കുന്നത്, ഒരിടത്ത് എന്തിനാ മൈക്രോസ്പോർ മദർസെൽ എന്ന് എഴുതി വെച്ചേക്കുന്നത്? നോക്കിയാലോ എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതി വെച്ചേക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ടപ്പേട്ടത്തിനെ കുറിച്ചും സ്പോറോജിനസ് ടിഷ്യൂവിനെ കുറിച്ചും നോക്കാം. ടപ്പേട്ടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ടപ്പേട്ടമാണ് നമ്മുടെ ഇന്നർ മോസ്റ്റ് ലെയർ അല്ലെ. ഔട്ടർ മോസ്റ്റ് ഏതാ? ഔട്ടർ മോസ്റ്റ് ഏതാ? ഔട്ടർ മോസ്റ്റ് ഏതാ? ഔട്ടർ മോസ്റ്റ് ആണ് നമ്മളുടെ എപ്പിഡെർമിസ്, ഉള്ളിത്തൊലി. അതിനകത്ത് എൻഡോതീഷ്യം, അതിനകത്ത് മിഡിൽ ലെയേഴ്സ്. ഇന്നർ മോസ്റ്റ് ആണ് നമ്മുടെ ടപ്പേട്ടം. ജോലി എന്താ? നറിഷ്മെന്റ്. ഇനി ടപ്പേട്ടത്തിനെ കുറിച്ച് പറയാനുള്ളത്, ടപ്പേട്ടത്തിന് ഡെൻസ് സൈറ്റോപ്ലാസം ആണുള്ളത്. അതായത് നല്ല കട്ടിയുള്ള സൈറ്റോപ്ലാസം. കട്ടി എന്ന് വെച്ചാൽ ഭയങ്കര തിങ്ങിക്കൂടിയ ഒരുപാട് സൈറ്റോപ്ലാസം. ഇനി ഡെൻസ് എന്ന് പറഞ്ഞാൽ ഡെൻസ് പോപ്പുലേഷൻ. ഫോർ എക്സാമ്പിൾ, പണ്ട് എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഒരു ചെറിയ ടെന്റ് കെട്ടണം. ടെന്റ് അല്ല, പുതപ്പൊക്കെ വെച്ചിട്ട്, എന്നിട്ട് വലിയ മഴയും കാറ്റും തണുപ്പും ഉള്ളപ്പം ഒരു 10-15 പേരെയും കൊണ്ട് ആ ടെന്റിനകത്ത് ഇടിച്ചു കയറിയിരിക്കണം. ഓക്കെ, ഒരു വിയേർഡായിട്ടുള്ള ആഗ്രഹമായിരിക്കാം. അതിനാണ് ഡെൻസ് എന്ന് പറയാം. ഒരു കുറച്ച് പേർക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് കുറേ പേരെ ഇടിച്ചു കയറ്റുക. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇറ്റ് ഈസ് മൾട്ടി ന്യൂക്ലിയേറ്റഡ്. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും വരുമെന്ന് ഞാനല്ല പറയുന്നത്, ഞാൻ എക്സാമിനൊന്നും ക്വസ്റ്റ്യൻ ഇടുന്നില്ല. പക്ഷെ ഇത് നോക്കി വെച്ചോ, ടപ്പേട്ടം അതിന്റെ സെൽസ് എല്ലാം മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്. എന്ന് വെച്ചാൽ എന്താ, അത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്നിലധികം ന്യൂക്ലിയസ്, ഒരു സെല്ലിനകത്ത് നമ്മളെപ്പോഴും ന്യൂക്ലിയസ് എങ്ങനെ വരയ്ക്കും, ഇങ്ങനെയല്ലേ? പക്ഷെ ഒന്നിലധികം ന്യൂക്ലിയസ് ഉണ്ടെങ്കിലോ എങ്ങനെ വരയ്ക്കും? ഇങ്ങനെ, ഇങ്ങനെ വരയ്ക്കും, ഇങ്ങനെ. കോമൺ ആയിട്ടും ബൈന്യൂക്ലിയേറ്റ് ആണ്, അതായത് 2 ന്യൂക്ലിയസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ മൾട്ടി ന്യൂക്ലിയേറ്റഡും ആവാം. ഓക്കെ, അതാണ് ടപ്പേട്ടത്തിനെ കുറിച്ച് പറയാനുള്ളത്. ടപ്പേട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, വളരെ നല്ല ആളാണ്, മുത്തുമണിയാണ്. കാരണം ഫുഡ് കൊടുക്കുന്ന ടപ്പേട്ടല്ലേ നമ്മുടെ കിച്ചൺ, അല്ലെങ്കിൽ നമ്മളുടെ കിച്ചൺ എന്നൊക്കെ വിചാരിക്കാം. ഇനി സ്പോറോജിനസ് ടിഷ്യൂ. എന്താണ് ഈ സ്പോറോജിനസ് ടിഷ്യൂ? ഞാൻ പറഞ്ഞില്ലേ, ഉണ്ട, ഏറ്റവും അകത്തിരിക്കുന്ന VIP, നമ്മുടെ 3 പേരുടെയും പ്രൊട്ടക്ഷൻ കിട്ടുന്ന, നമ്മളുടെ ടപ്പേട്ടത്തിന്റെ ഫുഡ് കിട്ടുന്ന ആ VIP ആണ് നമ്മുടെ സ്പോറോജിനസ് ടിഷ്യൂ.
സ്പോറോജീനസ് ടിഷ്യൂ കാണുന്നത് യങ് ആന്തറിലാണ്. ഓക്കെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 4 ട്യൂബ് അല്ലെങ്കിൽ 4 പൈപ്പ് എടുത്ത് ചേർത്ത് കൂട്ടിയാലാണ് നമുക്കൊരു മൈക്രോസ്പൊറാഞ്ചിയം കിട്ടുക. മൈക്രോസ്പൊറാഞ്ചിയം എന്താണെന്ന് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കുക. ഇതാണ് നമ്മുടെ മൈക്രോസ്പൊറാഞ്ചിയം. ഓക്കെ, ഇതിനെ തന്നെ ഞാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. എൻ്റെ തല വെട്ടിയിട്ട് മുകളിൽ കൂടെ താഴോട്ട് നോക്കുക. അപ്പൊ അതിൽ ഫുള്ള് കുഴിയാണ്. ഓക്കെ, ഇവിടെ ഫുള്ള് കുഴിയാണ്. എൻ്റെ തല വെട്ടി. അപ്പൊ നിങ്ങൾ അകത്ത് നോക്കിയപ്പോൾ അവിടെ ഹേർട്ടില്ല, ലങ്സ് ഇല്ല, ഒന്നുമില്ല, ഫുള്ള് ഹോളോ, കുഴി, ബ്ലഡ് ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? ജെംസ് മുട്ടായിട്ട് നിറച്ചു. ആ ജെംസ് മുട്ടായിട്ട് നിറച്ചതാണ്, ആ ജെംസ് മുട്ടായാണ് പോളിൻ ഗ്രെയിൻ എന്ന് വിചാരിക്കാം. അത് ഞാൻ മെച്യൂർ ആയപ്പോഴാണ് ഞാൻ ഹോളോ ആയിട്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ യങ് ആയിരിക്കുന്ന സമയത്ത് എൻ്റെ അകത്ത് ഫുൾ ഇങ്ങനെ കുറേ സെല്ലുകൾ ഉണ്ടായിരുന്നു. വേറൊരു എക്സാമ്പിൾ പറയാം. ആം, ആദ്യം ഞാൻ ഇത് പറയാം. ഇതിനകത്ത് ഇവര് മെച്യൂർ ആയിട്ടുള്ളപ്പോൾ മാത്രമാണ് ഇത് പോളൻ സാക്ക് ആയിട്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, പോളൻ സാക്ക്, ചാക്ക്, ട്യൂബ്, 4 ട്യൂബ് വെക്കുമ്പോൾ അകത്ത് കുഴിയാവണമെങ്കിൽ അവരെന്തായിരിക്കണം? മെച്യൂർ ആയിട്ടുള്ള ആന്തർ ആയിരിക്കണം. പക്ഷെ യങ് ആന്തർ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? അതായത് നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് എല്ല് കണ്ടിട്ടുണ്ടായിരിക്കും. എല്ലിനകത്ത് കുറേ സെല്ലില്ലേ? എല്ലിനകത്ത് എന്താ, നമ്മൾ കാർട്ടൂണിലൊക്കെ കണ്ടപ്പോൾ, ഇപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അല്ല വിചാരിച്ചു, ഞാൻ കഴിക്കാത്ത ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചോ. അവർ ചിലപ്പോൾ കാർട്ടൂണിലെ എല്ല് കാണുമ്പോൾ വിചാരിക്കും അതിനകത്ത് ഫുള്ള് ഹോളോ ആയിരിക്കും, കുഴിയായിരിക്കും. പക്ഷെ അതിനകത്ത് എന്തുണ്ട്? ബോൺ മാരോ ഉണ്ട്, അല്ലേ? സെൽസ് ഉണ്ട്, കുറെ തിങ്ങിയിരിക്കുന്ന സെൽസ്. കുറെ പേരൊക്കെ അതിങ്ങനെ വലിച്ച് കഴിക്കാറുണ്ട്. അപ്പം അതുപോലെ നമ്മുടെ, ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ കുറെ 4 ട്യൂബുകളാണ്, 4 തീക്കയാണ്. അതിനകത്തെല്ലാം ചാക്കാണ്, പോളൻ ഗ്രെയിൻസ് നിറച്ചേക്കുക. അത് മെച്യൂർ ആവുമ്പോൾ. പക്ഷെ മെച്യൂർ ആവുന്നതിന് മുമ്പ് യങ് ആയിട്ടിരിക്കുന്ന സമയത്ത് അതിനകത്ത് എന്താണ്? കോമ്പാക്ട്ലി അറേഞ്ച്ഡ്. അതായത് ഞാൻ ടെന്റിന്റെ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞില്ലേ, കയറാൻ പറ്റാത്ത അത്രയും സ്ഥലത്ത് കുറെ ആൾക്കാരെ കുത്തിക്കയറ്റുക. അതുപോലെ കുത്തിക്കയറ്റി വെച്ചേക്കുന്ന കുറെ സെൽസ് ഉണ്ട്. ഓക്കെ, ആൻഡ് ദർ ഹോമോജീനസ് സെൽസ്. യങ് ആയിട്ടുള്ള ആന്തറിന്റെ കാര്യമാണ് പറയുന്നത്. അതിനെയാണ് സ്പോറോജീനസ് ടിഷ്യൂ എന്ന് വെച്ചാൽ എന്താ? ടിഷ്യൂ പേപ്പർ ആണോ? അല്ല, ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് വിച്ച് പെർഫോം എ പെർട്ടിക്കുലർ ഫങ്ഷൻ ടുഗെദർ. അത്രയൊന്നും ആലോചിക്കണ്ട, ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് ടിഷ്യൂ എന്ന് വിചാരിച്ചോ. അപ്പൊ സ്പോറോജീനസ് ടിഷ്യൂ എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഏതോ സെൽസ് ആണ്. അതിനകത്തുള്ള സെൽസിന്റെ പ്രത്യേകത എന്താ? ഇതേ ഹോമോജീനസ്, എല്ലാവരും ഒരേ ടൈപ്പാണ്, കാണാൻ ഒരേപോലെ, ഒരമ്മ പെറ്റ മക്കളെ പോലെ, ഒരേ സ്വഭാവം, കാണാൻ ഒരേപോലെ. ആൻഡ് ദേ ആർ കോമ്പാക്ട്ലി അറേഞ്ച്ഡ്. അവരിങ്ങനെ തിങ്ങി തിങ്ങി അതിനകത്ത് അറേഞ്ച് ചെയ്തിരിപ്പിക്കുകയാണ്. ആൻഡ് മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ എല്ലാം സെൻട്രലാണ് അത് കാണുക. അതായത് ഈ ഉണ്ട എന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് പറയുന്നു? ഉണ്ട. ഓക്കെ, അതാണ് സ്പോറോജനസ് ടിഷ്യൂ. പിന്നെന്തിനാടോ അവര് മറ്റേ പടത്തിനകത്ത് ഇതിന് മൈക്രോസ്പോർ മദർ സെൽ എന്ന് പേരിട്ടത്? നോക്കാം, ഇവരെല്ലാം എന്തൊക്കെയല്ലേ കാണിക്കുന്നത്, നമുക്കൊന്ന് നോക്കിക്കളയാം. ആ, അത് പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് പഠിക്കണം? നമ്മുടെ മൈക്രോസ്പോറോജനസിസ് പഠിക്കണം. മൈക്രോസ്പോറോജനസിസ് എന്താ? എന്തോ ഒരു സാധനത്തിന്റെ ജനസിസ്, എന്തോ ഉണ്ടാക്കുക, അല്ലെ? എന്തുണ്ടാക്കുകയാണ്? മൈക്രോസ്പോർ എന്ന് വെച്ചാൽ എന്താ? ചെറിയ സ്പോറാണ്. ചെറുതാരുടെയാ? മെയിലിന്റെ. അതുകൊണ്ടല്ലേ ഞാൻ ഈ ചേട്ടന്റെ ഫോട്ടോ ഇവിടെ വെച്ചേക്കുന്നത്. അല്ല, ഈ ചേട്ടൻ കാൽക്കുലേറ്റർ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്ക് ബയോളജി ആയിട്ട് എന്താ ബന്ധം? കാരണം പുള്ളിക്കാരൻ മെയിലാണ്. ഓക്കെ, അപ്പൊ മൈക്രോസ്പോറോജനസിസ് ഇസ് ദ ഈവൻസ്. നമ്മൾ സ്ട്രക്ചർ എല്ലാം പഠിച്ചു കഴിഞ്ഞു, ഇനി ഈവൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, സ്ട്രക്ചർ എല്ലാം ഓർമ്മയുണ്ടോ? നമ്മൾ ഫ്ലവർ എടുത്തു, ഫ്ലവറിൽ ആൻഡ്രീഷ്യം കണ്ടു. ആൻഡ്രീഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേമൻ ആണ്. സ്റ്റേമനിൽ എന്തൊക്കെയാ ഉള്ളത്? ഫിലമെന്റ് ഉണ്ട്, അതായത് വള്ളി, പിന്നെ ആന്തർ ഉണ്ട്. ഇനി നമ്മൾ ആന്തറിനെ പഠിച്ചു. ആന്തറിനെ മുറിച്ചപ്പം നമ്മൾ മൈക്രോസ്പൊറാഞ്ചിയം കണ്ടു. മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ ഓരോ ലെയറുകൾ കണ്ടു. എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, പിന്നെന്താ മിഡിൽ ലെയേഴ്സ്, ടപ്പേട്ടം, അവരുടെയൊക്കെ ഫങ്ഷൻസ് കണ്ടു. ഓക്കെ, ഇനി അതിനകത്തുള്ള സ്പോറോജിനസ് ടിഷ്യൂ, അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ നമ്മൾ ആ ഒരു ഇവൻസ്, എങ്ങനെയാണ് മെയിൽ ഗാമേറ്റ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാൻ പോവുകയാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ?
ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ലെവൽ 2 കഴിയാൻ വേണ്ടി പോവാ. എന്നാലല്ലേ നമുക്ക് മെയിലിന്റെ കഴിഞ്ഞിട്ട് പോവാൻ പറ്റും. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് മുമ്പേ കോൾ ഫോർ ആക്ഷൻ. ഇൻ കേസ് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എനിക്കതൊരു ഉപകാരമായിട്ടുള്ള കാര്യമായിരിക്കും. ഓക്കെ, ഇനിയാണ് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് എത്തുന്നത്. എന്താണ് അടുത്ത ഭാഗം? മൈക്രോ സ്പോറോജനസിസ്. നമ്മൾ കണ്ടതാണ് ഇപ്പൊ അല്ലെ? അപ്പൊ ഞാൻ ഈ എഴുതിയേക്കുന്നത് ഈ ഒരു സാധനം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഡെഫിനിഷൻ. നമ്മളില്ലേ, നമ്മൾ 12ാം ക്ലാസ്സിൽ എക്സാം അല്ലേ എഴുതാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഡെഫിനിഷൻ കറക്റ്റ് സെന്റൻസിൽ പഠിച്ചു വെക്കണം എന്നില്ല. നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കുക, ഡീപ്പായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാം. കീവേഡ്സ് മനസ്സിലാക്കുക. അപ്പൊ ആ കീവേഡ്സ് ആണിത്. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇവിടെ എന്താ എഴുതിയേക്കുന്നത്? PMC എന്നാണോ? PMC എന്നായിരിക്കും, എനിക്ക് അവിടെ കാണാൻ പറ്റുന്നില്ല, എൻ്റെ പേന അവിടെ ഇരിക്കുന്നത്. ഓക്കെ, PMC പോളൻ മദർ സെൽ എന്നാണ് PMCയുടെ ഫുൾ ഫോം. ഓക്കെ, എന്ത് മദർ സെൽ? പോളൻ മദർ സെൽ. പോളൻ മദർ സെൽ, ഒരു പോളൻ മദർ സെൽ. ഓക്കെ, എന്നാ പിന്നെ ഞാൻ ഈ ഡെഫിനിഷൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ആദ്യം ഞാൻ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഒരു യങ് ആയിട്ടുള്ള ആന്തർ. ഞാൻ ആദ്യമേ പറഞ്ഞു, യങ് ആയിട്ടുള്ള ആന്തറിൽ എന്താ? യങ് ആയിട്ടുള്ള ആന്തറിൽ എന്താ ഉള്ളത്? സ്പോറോജനസ് ടിഷ്യൂ. പറഞ്ഞില്ലേ? നമ്മുടെ എല്ല് കടിക്കുന്ന എക്സാമ്പിളൊക്കെ പറഞ്ഞില്ലേ? മെച്യൂർ ആകുമ്പോഴാണ് ചാക്കാവുന്നത്. അതിനു മുമ്പ് അവിടെ എന്താ ഉള്ളത്? സ്പോറോജനസ് ടിഷ്യൂ ആണുള്ളത്. അപ്പം ഞാനാണ് ആന്തർ എന്ന് വിചാരിച്ചു. ഞാൻ കുഞ്ഞായിരുന്നു. അപ്പം എല്ലാ അകത്തെല്ലാം സ്പോറോജനസ് ടിഷ്യൂ ആയിരുന്നു എൻ്റെ അകത്ത്. എന്നിട്ട് ഞാൻ കുറച്ച് ഡെവലപ്പ് ആയപ്പം ആ സ്പോറോജനസ് ടിഷ്യൂ ഞാൻ പറഞ്ഞു ഓരോ സെല്ലാണ്. സെല്ലെല്ലാം ഹോമോജിനസ് ആണ്, ഒരുപോലാണ്. അപ്പൊ ആന്തർ ഡെവലപ്പ് ആയപ്പോൾ ആ സെല്ലുകളും ഡെവലപ്പായി. എന്നിട്ട് ഓരോ സെല്ലും, ഈച്ച് സെല്ലും എന്തായിട്ട് മാറി? PMC, പോളൻ മദർ സെൽ. പേര് കേട്ടിട്ട് പേടിക്കണ്ട. പോളൻ ഉണ്ടാക്കുന്ന സെൽ. പോളനെ ഉണ്ടാക്കുന്ന ആരാ? പോളന്റെ അമ്മ, പോളന്റെ മദർ. അപ്പൊ പോളൻ ഉണ്ടാക്കുന്ന സെൽ, അതിനല്ലേ പോളൻ മദർ സെൽ എന്ന് നമ്മൾ വിളിക്കണ്ടേ? ഇപ്പൊ സ്പോറോജീനസ് ടിഷ്യൂവിനകത്ത് നമ്മൾ എന്തിനാ അവർക്ക് ഇത്രയും VIP പ്രൊട്ടക്ഷൻ കൊടുത്തത്? എന്തിനാ അവർക്ക് ഇത്രയും ഫുഡ് കൊടുത്തത്, നറിഷ്മെന്റ് കൊടുത്തത്? കാരണം അവരായിരുന്നു പിന്നീട് പോളനെ ഉണ്ടാക്കേണ്ട സെല്ല്. പോളൻ എന്താ? മെയിൽ ഗ്യാമെറ്റോ, അത് നമ്മൾ പഠിക്കും, മെയിൽ ഗ്യാമെറ്റോ ഫൈറ്റ്. അപ്പോൾ നമുക്ക് ഏറ്റവും അവസാനം മെയിൽ ഗ്യാമേറ്റ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ഈ പോളൻ മദർ സെൽ വേണം. അതാണ് നമ്മുടെ സ്പോറോജിനസ് ടിഷ്യൂ. അത് മെച്യൂർ ആയപ്പോഴാണ്, ആന്തർ ഡെവലപ്പ് ആയപ്പോഴാണ്, മെച്യൂർ ആയപ്പോഴാണ് അത് പോളൻ മദർ സെൽ ആയത്. അതിന് വേറെ പേരുണ്ട്, MMC. ഫുൾ ഫോം ഗസ് ചെയ്യാമോ? ബുദ്ധി ഉണ്ടോ നോക്കട്ടെ. മദർ സെല്ലാണ്. ആരുടെ മദർ സെൽ? പോളന്റെ വേറെ പേര് പറഞ്ഞേ. മൈക്രോസ്പോർ. ഓർമ്മയുണ്ടോ? മെയിൽ ഗമേറ്റ്. വേറൊരു പേരും കൂടെ ഉണ്ട്, പൊട്ടൻഷ്യൽ പോളൻ. പൊട്ടൻ എന്നല്ല, പൊട്ടൻഷ്യൽ പോളൻ. പോളൻ ആവാനുള്ള കഴിവ്. പൊട്ടൻഷ്യൽ എന്താ? കഴിവ്. പോളൻ ആവാൻ കഴിവുള്ള സെല്ലാണ് ആര്? സ്പോറോജനസ് ടിഷ്യൂലെ ഓരോ സെല്ലുകൾ. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത്? ഇവര് മിയോസിസ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ് മൈക്രോസ്പോറോജനസിസ്, അത് നമ്മൾ മൈക്രോസ്പോറോജനസിസ് ചെയ്യും. അപ്പൊ എന്തുണ്ടാവും? മൈക്രോ സ്പോർ ടെട്രാഡ് ഉണ്ടാവും. ടെട്രാഡ്. എന്താ അല്ലേ? എന്താ അല്ലേ? അപ്പൊ പോളൻ മദർസ്. ഇനി ഞാൻ ഡെഫിനേഷനിലേക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പഠിക്കാം. എന്താണ് മൈക്രോസ്പോറോജനസിസ് എന്ന് വെച്ചാൽ? ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഒരു സ്പോറോജനസ് ടിഷ്യൂ ആയിരുന്ന, അല്ലെങ്കിൽ പിന്നെ മെച്ചുവർ ആയി കഴിഞ്ഞപ്പോൾ പോളൻ മദർ സെൽ, അല്ലെങ്കിൽ മൈക്രോസ്പോർ മദർ സെൽ, അല്ലെങ്കിൽ പോളൻ, പൊട്ടൻഷ്യൽ പോളൻ, ഇത്രയും പേരൊക്കെ ഞാൻ എന്തിനാ പറഞ്ഞു തരുന്നത്? എക്സാമിന് ഇതിൽ ഏത് വാക്ക് വന്നാലും നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം പോളൻ മദർ സെല്ലിൽ നിന്ന് എന്തുണ്ടാക്കുന്ന പ്രോസസ്? ഇത്രയുള്ള ഡെഫിനിഷൻ. ഒരു പോളൻ മദർ സെല്ല് മൈക്രോസ്പോർ ആയിട്ട് മാറുന്നു. മൈക്രോസ്പോർ എന്ന് വെച്ചാൽ എന്താണ്? പോളൻ അല്ലേ? മെയിൽ ഗമേറ്റ്, മൈക്രോസ്പോർ. ആണുങ്ങളുടെയാണ് മൈക്രോ, ഓർമ്മയുണ്ടോ? അപ്പോൾ ഇതുണ്ടാക്കുന്ന പ്രോസസ്, മൈക്രോസ്പോർ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് മൈക്രോസ്പോറോജനസിസ്. അത് നമുക്കറിയാം. അതാണ് ഡെഫിനിഷൻ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽസ് കൊടുക്കണം. വെറുതെ മൈക്രോസ്പോർ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ പോരാ. കാരണം അത് പേരിൽ തന്നെ ഉണ്ട്, മൈക്രോസ്പോറോജനസിസ്.
അപ്പൊ എന്തിൽ നിന്നുണ്ടാക്കുന്നു? പോളൻ മദർ സെൽ അല്ലെങ്കിൽ മൈക്രോസ്പോർ മദർ സെൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ പോളൻ. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഡീറ്റെയിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നു? മിയോസിസ് വഴി ഉണ്ടാക്കുന്നു. ഇത് ഞാൻ ഇനി പറഞ്ഞു തരണോ മിയോസിസും മൈറ്റോസിസ് എന്താണെന്ന്? ഇതിപ്പോൾ അറിയില്ല എങ്കിലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം. മിയോസിസ് എന്ന് വെച്ചാൽ റിഡക്ഷൻ ഡിവിഷൻ. ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം, അടുത്ത സ്ലൈഡിൽ പറഞ്ഞുതരാം. ഇത് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഇത് എന്തായാലും എക്സാമിന് ചോദിക്കാൻ പോകാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇത് ക്ലാസ് 11ലെ പോർഷൻ ആണ്. സി യു ടിയുടെ സിലബസ് അരച്ച് കലക്കി കുടിച്ചിട്ടാണ് ഞാൻ വന്നത്. 12ലെ അതേ സിലബസ് തന്നെയാണ്. എന്നാലും ഇതൊന്ന് കേട്ടോ. എന്ത് കേട്ടോ? മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ്? മനുഷ്യരുടെ കാര്യം പറയുകയാണെങ്കിൽ 46 ക്രോമസോം ഉണ്ട് എനിക്ക്. ഞാൻ എൻ്റെ സെല്ലിനെ ഡിവൈഡ് ചെയ്തു, 2 കുഞ്ഞുങ്ങളുണ്ടാക്കി. അപ്പോൾ വീണ്ടും രണ്ടിനും 46 വെച്ച് തന്നെ 2 ഡോട്ടർ സെൽസ് വരികയാണ്. ഞാൻ ചുമ്മാ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ, ഇതൊട്ടും ഇമ്പോർട്ടൻ്റ് അല്ല. അതാണ് മൈറ്റോസിസ്. ഇനി മിയോസിസ് ഇത് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് അല്ല. മിയോസിസ് എന്ന് പറഞ്ഞാൽ 46 ഞാൻ 2 കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുമ്പോൾ അവർക്ക് 23 വെച്ച് ഈക്വൽ ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്ത് എൻ്റെ ക്രോമസോംസിനെ കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് ഞാൻ എന്തെന്ന് വിളിക്കുന്നത്? മിയോസിസ് എന്ന് വിളിക്കുന്നത്. ഇതിനെ റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയും. കാരണം എന്താണ്? എൻ്റെ ക്രോമസോം നമ്പർ അവിടെ കുറഞ്ഞു, റിഡക്ഷൻ ഡിവിഷൻ. ഇത് ഇക്വേഷണൽ ഡിവിഷൻ. ആ, കാരണം ഈക്വൽ നമ്പർ ഓഫ് ക്രോമസോംസ് ആണ് ഉള്ളത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പഴയ സ്ലൈഡിലേക്ക് പോവാം. എന്നിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം. പോളൻ മദർ സെല്ലിൽ നിന്ന് അപ്പം മിയോസിസ് ചെയ്തിട്ട് മൈക്രോസ്പോർ ടെട്രാൻ ഉണ്ടാക്കി. എന്തുകൊണ്ടാണ് ഇനി മിയോസിസ് എന്ന് പറയുന്നതെന്ന് ഞാൻ പറയട്ടെ. അതിന് വീണ്ടും നമ്മൾ അടുത്ത സ്ലൈഡിൽ പോകണം. എന്തുകൊണ്ടാണ് മിയോസിസ്? ആ ആ ഒരു സാധനം ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. മനുഷ്യരിൽ 46 ക്രോമസോംസ് ആണ് ഉള്ളത്. നമ്മളിപ്പോൾ പഠിക്കുന്ന നമ്മുടെ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ 16 ഉള്ളത്. ഓക്കെ, ഇൻ കേസ് 16 അല്ലാത്തതും കാണും, അല്ലെങ്കിലും അങ്ങനെ വിചാരിച്ചോ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ? മൈക്രോസ്പോറോജനസിസിൽ ആദ്യം ഇവര് മിയോസിസ് നടത്തും. എന്ത് നടത്തും? മിയോസിസ്. അപ്പൊ എത്ര വെച്ച് കിട്ടും പിള്ളേർക്ക്? നാലോചിച്ച് നോക്ക്. മിയോസിസ്, റിഡക്ഷണൽ ഡിവിഷൻ, ക്രോമസോം രണ്ടുപേർക്കും ഈക്വൽ ആയിട്ട് മാറും അല്ലേ? 8 8. എന്ത് നടന്നു ഇവിടെ? മിയോസിസ് നടന്നു. ഇനി രണ്ടാമതൊരു ഡിവിഷൻ കൂടെ നടക്കും, അത് മൈറ്റോസിസ്. അപ്പൊ നാലോചിച്ച് നോക്കിയേ, മക്കൾക്ക് എത്ര വെച്ച് കിട്ടും? 4 4 4 ആണോ? അല്ല, മൈറ്റോസിസ് ആണ്, ഈക്വൽ നമ്പർ ആണ് കിട്ടുക. അപ്പൊ ഇവിടെ 8, ഇവിടെ 8, ഇവിടെ 8, ഇവിടെ 8. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു മൈക്രോ സ്പോറോ ജനസിസ് നടന്നു കഴിയുമ്പോഴത്തേക്കും 16 ക്രോമസോം ഉള്ള ഒരു സെല്ലിൽ നിന്ന്, ഈ സെൽ എന്തായിരുന്നു? ഒരു PMC ആയിരുന്നു, അല്ലെങ്കിൽ ഒരു MMC ആയിരുന്നു, അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ പോളൻ ആയിരുന്നു. ഇതിലും പണ്ട് മെച്യൂർ ആവുന്നതിനൊക്കെ മുമ്പ് ഇതൊരു സ്പോറോജിനസ് ടിഷ്യൂവിലെ സെല്ലായിരുന്നു. അത് മെച്യൂറായി ഇതായി, എന്നിട്ട് അത് പിന്നെ ഡിവൈഡ് ചെയ്ത് മൈക്രോസ്പോറോജനസിസ്. മൈക്രോസ്പോറോജനസിസിൽ എന്താ നടക്കുന്നത്? ഏത് ഡിവിഷനാ നടക്കുന്നത്? രണ്ടും നടക്കും. പക്ഷെ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തെഴുതും? മിയോസിസ് നടന്നത്. മിയോസിസ് നടന്നിട്ട് 8 8 പിന്നെ രണ്ടാമത് മൈറ്റോസിസ് നടക്കും, പക്ഷെ ദാറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ 4 8 ക്രോമസോം ഉള്ള സെല്ലുകളെ കിട്ടും, ഹാപ്ലോയിഡ് ആയിട്ടുള്ള. ഹാപ്ലോയിഡ് എന്ന് വെച്ചാൽ പകുതി സെറ്റ് ഓഫ് ക്രോമസോംസ് ഉള്ളത്. ഇതാണ് ഡിപ്ലോയിഡ്. ഓക്കെ, ഹാപ്ലോയിഡ് ആയിട്ടുള്ള 4 ക്രോമസോംസിനെ കിട്ടും, സോറി 4 മക്കളെ കിട്ടും, ഡോട്ടർ സെൽസിനെ കിട്ടും. ഇതാണ് മൈക്രോസ്പോറോ ജനസിസിൽ നടക്കുന്നത്. ഓക്കെ, അത്രയ്ക്ക് സിമ്പിൾ ആണിത്. അവസാനം കിട്ടുന്ന 4 മക്കളെ കണ്ടോ? ഇതാണ് 4 മക്കൾ. ഇവരെ വിളിക്കുന്ന പേരാണ്, ഇവരെല്ലാം മൈക്രോസ്പോർ ആണല്ലോ അല്ലേ? മൈക്രോസ്പോർ അല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്? ടെട്രാഡ്. ടെട്രാഡ് എന്ന് വെച്ചാൽ ടെട്ര എന്താ? ടെട്രഗോണൽ ഷേപ്പ് എന്ന് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ? ടെട്രാഹെഡ്രൽ പോളിഗൺ എന്ന് കേട്ടിട്ടുണ്ടോ? മാത്സ് പഠിച്ചിട്ടുണ്ടോ? ടെട്ര എന്ന് വെച്ചാൽ 4 എന്നാണ് അർത്ഥം. അപ്പൊ 4 മൈക്രോസ്പോറിനെ കിട്ടുന്ന ഈ ഒരു പ്രോസസ്സ് അല്ല, കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അവരെ മൈക്രോസ്പോർ ടെട്രാഡ് എന്ന് വിളിക്കും. ഇവർ 4 പേരും ഒരുമിച്ചായിരിക്കും ഇരിക്കുക കേട്ടോ, ഒരുമിച്ച് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് ഇരിക്കും. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് തിരിച്ച് നമ്മുടെ പഴയ സ്ലൈഡിലോട്ട് പോവാണ്.
ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താണ് മൈക്രോസ്പോറോജെനസിസ്. മൈക്രോസ്പോർ ഉണ്ടാക്കുന്നു. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ മൈക്രോസ്പോർ ടെട്രാഡ് ഉണ്ടാക്കുന്നു. എന്തുകൊണ്ടാ? 4 മൈക്രോസ്പോർ ആണ് ഉണ്ടാക്കുന്നത്. കെട്ടിപ്പിടിച്ചിരിക്കുന്ന 4 മൈക്രോസ്പോർ. ഓക്കെ, കണ്ടില്ലേ കെട്ടിപ്പിടിച്ചിരിക്കുന്ന നേരത്തെ സ്ലൈഡിൽ? എന്നിട്ട് മിയോസിസ് വഴിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം മിയോസിസ് നടക്കും, അതുകൊണ്ടാണ് ഈ 16 എന്നുള്ളത് 8 ആവുന്നത്. പിന്നെ ഒരു മൈറ്റോസിസും കൂടെ നടക്കുമ്പോൾ അങ്ങനെ 4 8 മക്കളെ കിട്ടും. PMC, പോളൻ മദർ സെല്ലിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത്. ഇനി ഞാൻ ഇതൊന്ന് ഫില്ല് ചെയ്ത് തരട്ടെ. അപ്പൊ ആദ്യം എന്താ? സ്പോറോജനസ് ടിഷ്യൂ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി എഴുതിയോണ്ട് ഞാൻ ഇങ്ങനെ എഴുതുന്നത്. പിന്നെ ഇത് PMC, പിന്നെ മിയോസിസ് അല്ലെങ്കിൽ മൈക്രോസ്പോറോജനസിസ് നടന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈക്രോസ്പോർ ടെട്രാഡ് കിട്ടും. ഇത്രയും വരെ നമ്മൾ പഠിച്ചു. മൈക്രോസ്പോറോജനസിസ് കഴിഞ്ഞു. ഇനി എന്താ നടക്കുന്നത് ഞാൻ എക്സ്ട്രാ പറഞ്ഞു തരാൻ പോവാണ്. ഇനി എന്താ നടക്കുന്നത്? ആന്തർ എന്ത് ചെയ്യും? മെച്യൂർ ചെയ്യും അല്ലേ? വീണ്ടും മെച്യൂർ ചെയ്യും. ഡീഹൈഡ്രേറ്റ് ആവും. ഡീഹൈഡ്രേറ്റ് ആവുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഡീഹൈഡ്രേഷൻ വന്നിട്ടുണ്ട്, വയ്യാതെ കടന്നിട്ടുണ്ട് ഞാൻ. അതുപോലെ ദേഹത്തുള്ള വെള്ളമെല്ലാം പോകും. ഓക്കെ, ഉണങ്ങും. ഇനി കണ്ടിട്ടില്ലേ പയറൊക്കെ ഉണങ്ങി? അതുപോലെ ആന്തർ മെച്യൂർ ചെയ്തിട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയോ? മൈക്രോസ്പോർ ടെട്രാഡ് ഇല്ലേ, ടെട്രാഡ്, അവർ 4 പേരും ഡിസസോസിയേറ്റ് ചെയ്യും. അല്ലെങ്കിൽ അതിന് വേറെന്തൊരു പേരും കൂടെ പറയായിരുന്നു. ഒരു ഒഫീഷ്യൽ പേരല്ല, ഇതുപോലെ വേറൊരു വാക്കാണ്. ഡിസോസിയേറ്റ്. ഡിസോസിയേറ്റ്, അത് തന്നെ. ഡിസോസിയേറ്റ് ചെയ്യും 4 പേരും. എന്നിട്ട് എന്തായിട്ട് മാറും? 4 ഡിഫറെന്റ് പോളൻ ഗ്രെയിൻസ്, അല്ലെങ്കിൽ 4 ഡിഫറെന്റ് മൈക്രോസ്പോർ ആയിട്ട് മാറും. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനെ ഞാൻ പിന്നെ ചെയ്യിപ്പിക്കാം PYQ. പക്ഷെ ഇതിൽ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, മൈക്രോസ്പോർ എന്ന് പറയുന്നത് ഒരു മൈക്രോസ്പോറിൽ നിന്ന് ഒരു പോളൻ മദർ സെല്ലിൽ നിന്ന് 4 എണ്ണം ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ചോദിക്കും, 4 പോളൻ മദർ സെൽ ഉണ്ടെങ്കിൽ നിനക്ക് എത്ര പോളൻ ഗ്രെയിനെ കിട്ടും? 100 പോളൻ മദർ സെൽ ഉണ്ടെങ്കിൽ എത്ര പോളൻ ഗ്രെയിനെ കിട്ടും? 100 എണ്ണം ഉണ്ടെങ്കിൽ, ഒരെണ്ണം ഉണ്ടെങ്കിൽ 4 എണ്ണം കിട്ടും അല്ലേ? അപ്പൊ 100 എണ്ണം ഉണ്ടെങ്കിൽ 400. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ്. 2023 2-3 ഷിഫ്റ്റിൽ എന്തോ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. പിന്നെ എന്ത് സംഭവിക്കും? ഇത് കഴിഞ്ഞിട്ട് അവസാനം നടക്കുന്നതാണ് ഡെഹിസൻസ്. ഇവരെ പോളൻ ഗ്രെയിൻസ് എല്ലാം ഉണ്ടായി കഴിഞ്ഞാൽ അവസാനം ഇതെല്ലാം പൊട്ടി അതിന്റെ പാട്ടിന് പോകും. പോളൻ ഗ്രെയിൻസ് എല്ലാം പുറത്തോട്ട് പോകും. ഓക്കെ, അതാണ് ഡെഹിസൻസ്. ഡെഹിസൻസിന് സഹായിക്കുന്ന ലെയർ ഏതാ? ഒരു ലെയർ മാത്രമാണോ? അടിക്കുന്ന എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയേഴ്സ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോ നമുക്ക് പോവാം. പോകുന്ന വഴിക്ക് ഒന്നുകൂടെ നമുക്ക് കെട്ടിപ്പിടിച്ചിരിക്കുന്ന ടെട്രാഡിനെ ഒന്ന് നോക്കാം. ഓക്കെ, ടെട്രാഡ് കഴിഞ്ഞു. ഇനി പോളൻ ഗ്രെയിൻ. ഓക്കെ, ഇതാണ് പോളൻ ഗ്രെയിൻ അല്ലേ? പോളൻ ഗ്രെയിൻ വരെ നമ്മൾ എത്തി. പോളൻ ഗ്രെയിൻ ഉണ്ടായി, ഡെഹിസൻസ് ആയി. ഇനി പോളൻ ഗ്രെയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല ടൈപ്പ് ഓഫ് പോളൻ ഗ്രെയിൻ ഉണ്ട്, പല സൈസ്, പല വെറൈറ്റി. 20 to 50 മൈക്രോമീറ്റർ ഡയമീറ്റർ ആണ് പോളൻ ഗ്രെയിനുള്ളത്. ടെക്സ്റ്റിലുള്ള ഒരു സാധനമാണ്, അതുകൊണ്ട് ഞാൻ എഴുതിയെന്നുള്ളൂ. 22 അല്ല, 25 to 50 മൈക്രോമീറ്റർ. മൈക്രോമീറ്റർ എന്ന് വെച്ചാൽ 1 മീറ്റർ ഇൻറ്റു 10⁻⁻⁶, അതായത് ഡിവൈഡഡ് ബൈ 1,00,000. തൽക്കാലം അത്ര ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട. പിന്നെ പോളൻ ഗ്രെയിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ഷേപ്പ് സ്ഫെറിക്കൽ ആണ്. ഇതൊക്കെ ടെക്സ്റ്റിലുള്ള കാര്യങ്ങളാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ. പിന്നെന്താ, പോളൻ ഗ്രെയിൻ ആണ് നമ്മുടെ മെയിൽ ഗമറ്റോഫൈറ്റ്. മെയിൽ ഗമേറ്റിനെ ക്യാരി ചെയ്യുന്ന, മെയിൽ ഗമേറ്റ് ഇരിക്കുന്ന എവിടെയാണ്? നമ്മുടെ പോളൻ ഗ്രെയിനകത്താണ്. ഓക്കെ, മെയിൽ ഗമറ്റോഫൈറ്റ് ആരാന്ന് ചോദിച്ചാൽ എന്ത് പറയും? പോളൻ ഗ്രെയിൻ അല്ലെങ്കിൽ മൈക്രോസ്പോർ എന്ന് പറയും. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് എക്സൈൻ ആൻഡ് ഇൻഡൈൻ. ഓക്കെ, എക്സൈൻ ആൻഡ് ഇൻഡൈനോ, ഇതെന്താ? നോക്കിക്കളയാം. ഞാനൊരു പോളൻ ഗ്രെയിൻ ആണെങ്കിൽ എനിക്ക് 2 ലെയർ ആണുള്ളത്. ഓക്കെ, ഞാനൊരു പോളൻ ഗ്രെയിൻ ആണെങ്കിൽ എനിക്ക് 2 ലെയർ ആണുള്ളത്. പ്രൊട്ടക്റ്റീവ് ലെയറിങ്, പ്രൊട്ടക്റ്റീവ് കവറിങ്, പുറത്ത് 2 ലെയർ ആണുള്ളത്. ഔട്ടർ മോസ്റ്റ് ലെയറിന്റെ പേരാണ് എക്സൈൻ.
ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം, എന്തായാലും വരും. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതുമാണ്, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതുമാണ്. എക്സൈനും ഇൻടൈനുമാണ് ആ രണ്ട് ലെയേഴ്സ് എന്ന് പറയുന്നത്. ഏറ്റവും പുറത്തുള്ളത് എക്സൈൻ, കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ, എക്സ് പുറത്ത്, ഇൻടൈൻ ഇൻ അകത്ത്, എക്സ് എക്സ് ഗേൾ ഫ്രണ്ട്, എക്സ് ബോയ് ഫ്രണ്ട്, എക്സ് ഹസ്ബൻഡ്, ഇവരെല്ലാം പടിക്ക് പുറത്താണ്. അത്രേ ഉള്ളൂ. അതുകൊണ്ട് എക്സ് എക്സ് വെച്ച് തുടങ്ങുന്ന എല്ലാം പുറത്തുനിന്നാണ് അർത്ഥം, ഇന്ന് വെച്ച് തുടങ്ങുന്ന എല്ലാം അകത്തുനിന്നാണ് അർത്ഥം. അപ്പൊ എക്സൈൻ ആണ് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറിങ്, ഇൻറ്റൈൻ ആണ് ഏറ്റവും ഇന്നർ മോസ്റ്റ്. ഓക്കെ, എക്സൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സൈനെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. വെരി ഗുഡ് ഫെല, ഹാർഡാണ്, തിക്കാണ്, ഭയങ്കര കട്ടിയുള്ളതാണ്, നമുക്ക് നശിപ്പിക്കാൻ പറ്റില്ല, നശിപ്പിക്കാൻ പറ്റില്ല. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ ഞാൻ എഴുതാം സ്പോറോ പോളനിൻ വെച്ചിട്ടാണ്. സ്പോറോ പോളനിൻ ഉറപ്പായിട്ടും പഠിച്ചു വെച്ചോ. ഇത് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും, ഒരു ക്വസ്റ്റ്യൻ ഗ്യാരണ്ടി. ഇത് ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, പക്ഷെ ചോദിക്കും. എന്ത് വെച്ചിട്ടാണ് എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്? സ്പോറോ പോളനിൻ വെച്ചിട്ട്. സ്പോറോപോളിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഇസ് ദ മോസ്റ്റ് റെസിസ്റ്റന്റ് ഓർഗാനിക് മെറ്റീരിയൽ എവർ നോൺ. ഓക്കെ, ഇതുവരെ ഈ ലോകത്ത് കണ്ടുപിടിച്ചിട്ടുള്ളതിൽ ഏറ്റവും റെസിസ്റ്റന്റ് ആയിട്ടുള്ള, എല്ലാത്തിനെയും റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ഈ സ്പോറോപോളൻ. അപ്പൊ അതുകൊണ്ടാണ് പോളൻ ഗ്രെയിൻ ഉണ്ടാക്കിയേക്കുന്നതെന്ന് വെച്ചാൽ എന്താണ്, എക്സൈൻ ഉണ്ടാക്കിയേക്കുന്നതെന്ന് വെച്ചാൽ എന്താണ്, എക്സൈൻ അത്രയ്ക്ക് ഹാർഡായിരിക്കും, അത്രയ്ക്ക് തിക്കായിരിക്കും, അതിനെ ഒന്നിനും നശിപ്പിക്കാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ ഹൈസ്. ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ളതാണ്, ഓപ്ഷൻസ് ആയിട്ട് ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇതിലേതെങ്കിലും മൂന്നെണ്ണം തരും, ഒരെണ്ണം തെറ്റ് തരും, അത് കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ, ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ. അതുകൊണ്ടാണ് ഞാൻ അതുപോലെ ടെക്സ്റ്റ് ചെയ്യുന്ന ഇങ്ങോട്ട് വെച്ചേക്കുന്നത്. എത്ര ഹൈ ടെമ്പറേച്ചറിലും നമ്മുടെ പോളൻ ഗ്രെയിൻ നശിച്ചു പോവില്ല. കാരണം എന്താ? കാരണം എന്താ? സ്പോറോപോളനിൻ. എത്ര സ്ട്രോങ് ആസിഡ് ഒഴിച്ചാലും, എത്ര സ്ട്രോങ് ആൽക്കലി അതായത് ബേസ് ഒഴിച്ചാലും, എത്ര വലിയ എൻസൈം ഒഴിച്ചാലും, എൻസൈം ഒക്കെ എന്തെല്ലാം ഉണ്ടല്ലേ, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒക്കെ ഒഴിച്ച് നോക്ക്, പിന്നെ കുറെ എൻസൈം ഉണ്ടല്ലോ, നമ്മുടെ ഡൈജസ്റ്റീവ് എൻസൈംസ് ഒക്കെ ഉണ്ടല്ലോ. ഇതിനെ നശിപ്പിക്കാൻ പറ്റിയ ഒരു എൻസൈമും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഓക്കെ, ഒരു എൻസൈമിനും ഡീഗ്രേഡ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് ഈ സ്പോറോപോളനിൻ. അതുകൊണ്ട് തന്നെ ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഫോസിലായിട്ട് നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും. നമ്മൾ പ്രിസർവ് ചെയ്തില്ലെങ്കിലും പണ്ട് പണ്ട് മുതലേ നശിക്കാതെ എന്താണ് ഇരിക്കുന്ന, സ്പോറോപോളിനിൻ കാരണം നശിക്കാതിരിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എക്സൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഹാർഡാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ് സ്പോറോപോളിനിൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനെ നശിപ്പിക്കാൻ പറ്റില്ല ഒന്നിനും, ടെമ്പറേച്ചറിനും ആസിഡിനും ആൽക്കലിക്കും എൻസൈമിനും. ഇതിനെ ഫോസിലായിട്ട് പ്രിവെന്റ് ചെയ്യാം. മോസ്റ്റ് റെസിസ്റ്റന്റ് ഓർഗാനിക് മെറ്റീരിയൽ ആണ്. അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഞാൻ ഇതൊന്ന് വായിച്ചിട്ട്, അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ക്വസ്റ്റ്യൻ അല്ല, എനിക്കൊരു ഡൗട്ടാണ്, ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു ഡൗട്ടാണ്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് നമ്മുടെ പോളൻ ഗ്രെയിൻ ആണ് മെയിൽ ഗ്യാമറ്റോഫൈറ്റ് അല്ലേ, മെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആണ്. അവന്റെ അകത്താണ് അപ്പം മെയിൽ ഗ്യാമേറ്റ് ഒക്കെ ഇരിക്കുന്നത്. അപ്പൊ ഇവന് ഫെർട്ടിലൈസ് ചെയ്യണ്ടേ? വേണ്ടേ? ഫെർട്ടിലൈസ് ചെയ്യണം. അപ്പൊ എങ്ങനെ ഫെർട്ടിലൈസ് ചെയ്യും? ലൈക്ക് നമ്മുടെ ഗ്യാമറ്റിന് പുറത്തു പോണ്ടേ? ഇതിനെ വേറെ ആർക്കും പൊട്ടിക്കാൻ പറ്റില്ല, ഇപ്പൊ ഇവനെ പൊട്ടിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ പറയും നമ്മുടെ കയ്യിൽ വേറെ എൻസൈം ഉണ്ട്, ഇവനെ പൊട്ടിച്ച് പുറത്തു പോകാൻ. പക്ഷെ അങ്ങനെയാണെങ്കിൽ അതിനെ നശിപ്പിക്കാനുള്ള ഒരു എൻസൈം നമ്മൾ കണ്ടുപിടിച്ചു എന്നല്ലേ അർത്ഥം. അപ്പൊ അതീന്ന് അപ്പൊ ഇവന് ബുദ്ധിയുണ്ട്. എന്താണെന്നറിയോ? ഇവൻ ആക്ച്വലി ചില ചില സ്ഥലങ്ങളുണ്ട്, അവിടെ എന്താ സ്പോറോപോളനിൽ ഇല്ല. ഓക്കെ, സ്പോറോപോളനിൽ ഇല്ലാത്ത കുറച്ച് കുറച്ച് ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങൾ കുഴി ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിന് എന്ത് പേര് പറയും? ജേം പോഴ്സ്. ജേം പോർ എന്ന് വെച്ചാൽ എന്താ? കുഴി. ജേം എന്ന് കേൾക്കുമ്പോൾ തന്നെ അണുക്കൾ എന്നൊന്നും വിചാരിക്കണ്ട. നമ്മൾ ജേം സെൽസ് എന്ന് പറയും സ്പേമിനും എഗ്ഗിനൊക്കെ, അതുപോലെ റീപ്രൊഡക്റ്റീവ് റിലേറ്റഡ്. അപ്പൊ ജേംസ്,
ജേം പോഴ്സ് പേര് വന്ന എന്തുകൊണ്ടായിരിക്കും? നാല് ചോക്ക് ഇപ്പൊ ഞാൻ പറയത്തില്ല, നമുക്ക് നമ്മൾ സ്പോയിലർ സ്പോയിലർ ആക്കിയ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഉം. അല്ലേലും ബയോളജിയിലൊക്കെ ആരല്ലേ സ്പോയിലർ കേട്ടാൽ വിഷമിക്കുന്ന. ആ അപ്പോ നമുക്ക് ജേം പോഴ്സിനെ കുറിച്ച് പഠിക്കാം. പിന്നെ അപ്പൊ ഇതിന്റെ പേര് ജേം പോഴ്സ് എന്നാണ് ഓർത്തിരുന്നു. ഇതും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇതുവഴി നമ്മുടെ കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ പുറത്തോട്ട് ചാടും. ഓക്കെ, ഇങ്ങനെ വളർന്ന് വളർന്ന് പുറത്തോട്ട് ചാടും. അത് നമ്മള് പിന്നെ പഠിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ സ്പോയിലർ ആയി പോകും. ഓക്കെ, അപ്പൊ ഇതാണ് എക്സൈൻ. എക്സൈൻ ഇങ്ങനെ ഞാൻ വരച്ചിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റിലും കാണും, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇങ്ങനെ ടീച്ചേഴ്സ് വരപ്പിച്ച് കാണും, ഐ ഗസ്. ഓക്കെ, ഈ എക്സൈൻ കഴിഞ്ഞു. എക്സൈൻ കഴിഞ്ഞു എന്റെ മുന്നോ. ഇനി നമ്മൾ എന്താ പഠിക്കണ്ടേ? ഇൻറ്റൈൻ ആണ് പഠിക്കേണ്ടത് അല്ലേ? ഇൻറ്റൈൻ എന്ന് വെച്ചാൽ എന്താ? ഇൻറ്റൈൻ എന്ന് വെച്ചാൽ അകത്തുള്ള ലെയർ അല്ലേ, ഇന്നർ ലെയർ. അപ്പൊ ഇൻറ്റൈനെ കുറിച്ച് പറയുമ്പോൾ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അല്ല. ഇറ്റ് ഈസ് നോട്ട് വെരി ഹാർഡ്, വലിയ ഹാർഡല്ല. തിന്നാണ്, തിക്കല്ല, തിന്നാണ്. പിന്നെ മറ്റേത് കണ്ടിന്യൂസ് അല്ലായിരുന്നു അല്ലേ? കുഴികളുണ്ടായിരുന്നു, ജോംപോസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് കണ്ടിന്യൂസ് ആണ്, കുഴിയൊന്നുമില്ല. ഞാനിപ്പോ വരച്ചില്ലേ അകത്ത്, ഈ ഇതിന്റെ അകത്ത് വരച്ചില്ലേ, അതാണ് ഇൻറ്റൈൻ. ദാറ്റ് ഈസ് കണ്ടിന്യൂസ്, കുഴിയൊന്നുമില്ല, തിന്നാണ്. അതിനെ ആർക്ക് വേണമെങ്കിൽ നശിപ്പിക്കുകയൊക്കെ ചെയ്യാം. അതിൽ നിന്ന് വരാൻ പറ്റുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്തായാലും നമ്മളോട് ചോദിച്ചു എക്സൈൻ എന്ത് വെച്ചാൽ ഉണ്ടാക്കിയേക്കുന്നത്, സ്പോറോ പോളനിയൻ വെച്ചിട്ട്. അപ്പൊ ഇൻറ്റൈൻ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്? ഇൻറ്റൈൻ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്? സെല്ലുലോസ് പ്ലസ് പെക്റ്റിൻ. സെല്ലുലോസ് എന്താ നമുക്കറിയാലേ, സെല്ലുലോസ് എന്താന്ന് നമ്മുടെ പ്ലാന്റ്സിലൊക്കെ കാണുന്ന, ഗ്രാസിലൊക്കെ കാണുന്ന സാധനം. അപ്പൊ സെല്ലുലോസും പെക്റ്റിനും വെച്ചിട്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. സെല്ലുലോസും പെക്റ്റിനും വെച്ചിട്ടാണ് നമ്മുടെ ഇൻറ്റൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇതുവഴിയാണ് ഇവിടെ നിന്നാണ് നമ്മുടെ പോളൻ ട്യൂബ്സ് ജെർമിനേറ്റ് ആവുന്നത്. അതൊക്കെ നമ്മൾ പഠിക്കും, ഇപ്പോഴൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ജേം പോഴ്സ് വഴി അവർ പുറത്തോട്ട് പോവും, അതൊക്കെയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഓക്കെ, നമ്മൾ അതും പഠിച്ചു കഴിഞ്ഞു. അയ്യോ, നമ്മൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞല്ലോ. ഇതെല്ലാം മനസ്സിലാവുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇതെല്ലാം മനസ്സിലാകട്ടെ. എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ ഡിഫറൻസസ് ഉണ്ടാക്കണമെങ്കിൽ, വ്യത്യാസം വരുത്തണമെങ്കിൽ എനിക്ക് കമന്റ് ചെയ്താൽ മതി. കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇനി അടുത്തായിട്ടാണ് പോളൻ ഗ്രെയിനെ കുറിച്ച് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്. പോളൻ ഗ്രെയിൻ മെച്യൂർ ആയി കഴിഞ്ഞാൽ പോളൻ ഗ്രെയിനകത്ത് ആദ്യം എന്താണ്, ഇതൊരു സെല്ലായിരിക്കും. എക്സൈൻ ഉണ്ട്, അതിനകത്ത് ഇൻറ്റൈൻ ഉണ്ട്, ഒരു ന്യൂക്ലിയസ് ഉണ്ട്. പിന്നെ എന്ത് സംഭവിക്കും അറിയോ? ഇതൊന്നും അത്ര ഈ സ്റ്റെപ്സ് ഒന്നും അങ്ങനെ പഠിക്കണമെന്നില്ല, ഡയഗ്രാം ജസ്റ്റ് നോക്കി വെച്ചാൽ മതി, ലേബൽ ചെയ്യാമല്ലോ. വാക്യൂൾസ്, ന്യൂക്ലിയസ്, അങ്ങനെ ഡിവിഷൻ നടന്നിട്ട് ഒരു വെജിറ്റേറ്റീവ് സെല്ലും ഒരു ജനറേറ്റീവ് സെല്ലും ആയിട്ട് മാറും. ഓക്കെ, ആദ്യം ഇത് ഒരു സെല്ലായിരുന്നു, പിന്നെ ഇത് എത്ര സെല്ലായിട്ട് മാറും? രണ്ട് സെല്ലുള്ള ടു സെൽഡ് സ്റ്റേജിലേക്ക് മാറും. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ടു സെൽഡ് സ്റ്റേജിൽ ഒന്ന് വെജിറ്റേറ്റീവ് സെല്ലും ഒന്ന് ജനറേറ്റീവ് സെല്ലും. പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി കാണും. വെജിറ്റേറ്റീവ് നമ്മൾ പറയും കോമയിലൊക്കെ കിടക്കുന്ന, അല്ലെങ്കിൽ ഒരു ബ്രീത്തിങ് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റാതെ അങ്ങനെ കിടക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ വെജിറ്റബിൾ ആയിട്ട് കിടക്കുക എന്നൊക്കെ മെൻഷൻ ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. അപ്പൊ വെജിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാത്തന്നല്ല, പക്ഷെ അവർക്കൊരു ഒരു മെയിൻ ഫങ്ഷൻ ഇല്ല. അവരെന്താണ്, നറിഷ്മെന്റ് അത് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ വെജിറ്റേറ്റീവ് സെൽസ്. പിന്നെ ജനറേറ്റീവ് സെൽസ് എന്ന് വെച്ചാൽ ജനറേഷൻ, പുതിയൊരു സാധനത്തിന് ഉണ്ടാക്കുക. എന്തിനെ? മെയിൽ ഗമേറ്റിനെ ഉണ്ടാക്കണ്ടേ? നമ്മുടെ ഗെമറ്റോഫൈറ്റ് ആണ് പോളൻ ഗ്രെയിൻ. അതിനകത്തിന് മെയിൽ ഗമേറ്റ് വരണം, പിന്നെ പല പല സംഭവങ്ങൾ ഇനി നടക്കാനുണ്ട്. നമ്മൾ ലവ് സ്റ്റോറിയുടെ പകുതി പോലും എത്തിയിട്ടില്ല, നമ്മൾ മെയിലിൽ കിടക്കുന്നേ ഉള്ളൂ ഇപ്പോൾ. ഓക്കെ, അപ്പൊ രണ്ട് സെൽഡ് സ്റ്റേജ്, വെജിറ്റേറ്റീവ് സെൽ, ജനറേറ്റീവ് സെൽ. ഇനി ഇവർ രണ്ടിനെ കുറിച്ച് ഞാൻ പറയാൻ പോവാ. പക്ഷേ ഇത് കാണാതെ അങ്ങനെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പടം നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും ഇതിൽ ഏതാണ് വലിയ സെല്ല്, ഏതാണ് ചെറിയ സെല്ല്. ആ, കറക്റ്റ്. വെജിറ്റേറ്റീവ് ലാർജ് സെല്ലാണ്, ജനറേറ്റീവ് സ്മോൾ സെല്ലാണ്. കണ്ടോ? പിന്നെ ആർക്കാണ് വലിയ ന്യൂക്ലിയസ്, ആർക്കാണ് ചെറിയ ന്യൂക്ലിയസ്?
വെജിറ്റേറ്റീവ് സെല്ലിന് ഒരു ലോർജ് ന്യൂക്ലിയസ് ഉണ്ട്. ജനറേറ്റീവ് സെല്ലിന് ഒരു ന്യൂക്ലിയസ് ഉണ്ട്, പേരിനൊരു ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ, ലാർജ് ന്യൂക്ലിയസ് മാത്രമല്ല, ഇറഗുലർ ഷേപ്ഡ് ന്യൂക്ലിയസ് ആണ്. കണ്ടോ അതിന്റെ ഷേപ്പ് ഉണ്ട് ഇങ്ങനെ പിന്നെ വെജിറ്റേറ്റീവ് സെല് വലുതാണല്ലേ, വലുതാണ്. ഞാൻ പറഞ്ഞ നറിഷ്മെന്റും ഉണ്ട്. അപ്പൊ വലുതാണെങ്കിൽ ഇതിന് എന്തെങ്കിലും വേറൊരു കാരണം കാണുമല്ലോ. അപ്പം ഇറ്റ് ഹാസ് എ അബണ്ടന്റ് ഫുഡ് റിസർവ്. അബണ്ടന്റ് ഫുഡ് റിസർവ് ഉണ്ട്. ഒരുപാട് ഫുഡ് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ ജനറേറ്റീവ് സെല്ലിന് കൊടുക്കാൻ വേണ്ടിയിട്ടാ. പിന്നെ ജനറേറ്റീവ് സെല്ലിൽ അങ്ങനെയൊന്നുമില്ല. ജനറേറ്റീവ് സെല്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് തീരെ ചെറുതാണ്. എത്രത്തോളം ചെറുതാന്ന് പറഞ്ഞാൽ ഇതിന്റെ സൈറ്റോപ്ലാസത്തില്, വെജിറ്റേറ്റീവ് സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിൽ ഫ്ലോട്ട് ചെയ്ത് നടക്കുകയാണ് ജനറേറ്റീവ് സെൽ. അതായത് വെജിറ്റേറ്റീവ് സെല്ലിനകത്താണ് ജനറേറ്റീവ് സെൽ, ചെറുതാണ്. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫുട്ബോളിന്റെ ബോൾ എടുത്തിട്ട് അതിനകത്ത് ചെറിയ ഒരു ഗോൾഫിന്റെ ബോൾ, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലേ മറ്റേ കമ്പ് വെച്ച് കുത്തുന്ന ഒരു ഗെയിം, അതിന്റെ ബോൾ എടുത്തിടുകയെന്ന് വിചാരിച്ചോ. അങ്ങനെയായിരിക്കും. അതിന്റെ സൈറ്റോപ്ലാസത്തിൽ ഫ്ലോട്ട് ചെയ്ത് നടക്കുകയാണ് ജനറേറ്റീവ് സെൽ. അതിന്റെ ഷേപ്പ് എന്താ? ജനറേറ്റീവ് സെല്ലിന്റെ ഷേപ്പ് എന്താ? കണ്ടിട്ട് എന്താ തോന്നുന്നത്? ആ, മസിലിന്റെ ഷേപ്പ് അല്ലേ, സ്പിൻഡിൽ ഷേപ്ഡ്. ഇത്രയും ക്ലിയർ ആണോ? ഇത് ലാർജ് ആണ്, അബണ്ടന്റ് ഫുഡ് റിസർവ് ഉണ്ട്, വലിയ ന്യൂക്ലിയസ് ആണ്, ഇറഗുലർ ഷേപ്ഡ്. ജനറേറ്റീവ് സെൽ എന്ന് വെച്ചാൽ സ്മോൾ ആണ്, ഒരു ന്യൂക്ലിയസ് ഉണ്ട്, സ്പിൻഡിൽ ഷേപ്ഡ് ആണ്, പിന്നെ ഫ്ലോട്ട് ഇൻ ദ സൈറ്റോപ്ലാസം ഓഫ് വെജിറ്റേറ്റീവ് സെൽ. എല്ലാം എഴുതാൻ എനിക്ക് സ്ഥലമില്ല. ഒരു കാര്യം കൂടെ എഴുതാനുണ്ട്. ഇറ്റ് ഹാസ് എ ഡെൻസ് സൈറ്റോപ്ലാസം. ഡെൻസ് എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ടെൻറ്റ് ഓർക്കണേ. അത്രയും ഡെൻസ് സൈറ്റോപ്ലാസം ആണുള്ളത്. സൈറ്റോപ്ലാസം ഭയങ്കര കൂടുതലാണ്. ഓക്കെ ആണോ? ഫുഡ് റിസർവ് ഇല്ല, അങ്ങനെ. ഇനി വേറെ ഇമ്പോർട്ടൻറ്റ് കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു 60% ആൻജിയോസ്പേംസ് എന്താണെന്ന് ഇനി ഞാൻ പറയണം. 11th എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ വിടുന്നു. ഒന്നുമില്ല, കുറച്ച് ഏറ്റവും അഡ്വാൻസ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഓക്കെ, ഫ്ലവറിംഗ് പ്ലാന്റ്സ് എല്ലാം ആൻജിയോസ്പേംസ് ആണ്. ആൻജിയോസ്പേംസ് ഡെഹിസൻസ്, ആന്തർ പൊട്ടുന്നത് കൂടുതലും 2-celled സ്റ്റേജിലായിരിക്കും. അതായത് നിങ്ങൾ ചുമ്മാ ഇങ്ങനെ കേട്ടു പോവാതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആന്തറിനകത്ത് ആന്തർ മെച്യൂറായി, അപ്പൊ PMC മൈക്രോസ്പോറോജനസിസ് നടന്നു. മൈക്രോസ്പോർ ടെട്രാഡ് 4 ഉണ്ടായി, 4 ഡിസോസിയേറ്റ് ചെയ്തു, 4 പോളൻ ഗ്രെയിൻ ആയിട്ട് മാറി. ആ ഓരോ പോളൻ ഗ്രെയിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അവർക്കൊരു എക്സൈൻ ഉണ്ട്, ഇൻഡൈൻ ഉണ്ട്. അതൊക്കെ എന്ത് വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്? സ്പോറോപോളനിനും സെല്ലുലോസും പെക്റ്റിനും. പിന്നെ ഇനി നമ്മളിപ്പോൾ പറയുന്നത് അവർ പിന്നെ എന്തായിട്ട് മാറും? അവർ വീണ്ടും 2 സെല്ലായിട്ട് മാറും. ഒരു ഇതിനകത്ത് തന്നെ 2 സെല്ലായിട്ട് മാറും. വെജിറ്റേറ്റീവ് സെല്ല്, അതിനകത്തൊരു ജനറേറ്റീവ് സെല്ല്. ആ ജനറേറ്റീവ് സെല്ലിനുള്ള ഫുഡാണ് വെജിറ്റേറ്റീവ് സെല്ല് കൊടുക്കുന്നത്. ഇത്രയൊക്കെ പറഞ്ഞു. അപ്പം ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ തന്നെ ഒരു 60% ആൻജിയോസ്പേംസിലും ആന്തർ പുറത്തുനിന്ന് പൊട്ടിക്കാണും. എന്നിട്ട് ഈ ഒരു 2-celled ആയിട്ടുള്ള പോളൻ ഗ്രെയിൻ ആണ് പുറത്തേക്ക് പോവുക. പിന്നാണ് അത് മെച്യൂർ ആവുക. പക്ഷെ ബാക്കിയുള്ള 40% എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് നാളും കൂടി ഇത് വെയിറ്റ് ചെയ്യും, അകത്തിരിക്കും. എന്നിട്ട് അത് വീണ്ടും ഡിവൈഡ് ചെയ്ത്, അതായത് ഈ ജനറേറ്റീവ് സെല്ല് ഞാൻ പറഞ്ഞില്ലേ ജനറേഷൻ ആണ്, ഡിവൈഡ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഇനി എനിക്ക് വരയ്ക്കാൻ സ്ഥലമില്ലല്ലോ കുട്ടി, ഞാൻ ഇത് വായിച്ചോട്ടെ. അല്ലെങ്കിൽ ഞാൻ മൊത്തം കളയാം. ആ, അപ്പോൾ ബാക്കിയുള്ള 40% എന്താ സംഭവിക്കുന്നത്? ആ, ഈ ജനറേറ്റീവ് സെല്ല് വീണ്ടും മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്യും. അതായത് 16 ആണെങ്കിൽ, സോറി 16 അല്ലല്ലോ, ഇതെല്ലാം നമ്മുടെ മൈക്രോസ്പോർ അല്ലേ, പോളൻ ഗ്രെയിൻ അല്ലേ, നിങ്ങൾക്കറിയില്ലേ? പോളൻ ഗ്രെയിൻ എത്ര ഉണ്ട്? 8 ഉണ്ട്. വീണ്ടും മൈറ്റോട്ടിക്കലി, മൈറ്റോസിസ്, റിഡക്ഷൻ അല്ല, ഇക്വേഷണൽ. അപ്പൊ 2 8 8 വെച്ചുള്ള വീണ്ടും 2 എന്തുണ്ടാവും? മെയിൽ ഗമേറ്റ്സ് ഉണ്ടാവും ഇവിടെ, ഇതിൽ തന്നെ. അപ്പൊ അത് ഒരു 3-celled സ്റ്റേജ് ആവും. ഓക്കെ, ഒരു പോളൻ ഗ്രെയിനകത്ത് തന്നെ 2 മെയിൽ ഗമേറ്റ്സ്, 2 മെയിൽ ഗമേറ്റ്സ് ഉണ്ട്. നമ്മൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ പഠിക്കും പിന്നെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് ഈ 2 മെയിൽ ഗമേറ്റ്സ്. അപ്പൊ ചിലപ്പോൾ മനസ്സിലാവില്ല. അതുപോലെ തന്നെ ഇവരും ഈ 2-celled സ്റ്റേജിൽ പോകുന്നവരാണെങ്കിലും അത് പോകുന്ന വഴിക്ക് എന്തായാലും 3-celled ആയിട്ട്
അവർക്കും ആവശ്യമുണ്ട്. അപ്പം ബാക്കി 40% പേരും ആന്തർ പൊട്ടുമ്പോൾ 3 സെൽഡിൽ ആയിട്ടുണ്ടാവും. ഓക്കെ.